നമസ്തേ, ജനം ഡിബേറ്റിലേക്ക് സ്വാഗതം. വയനാട്ടിലെ മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ വനവാസി സ്ത്രീയായ രാധയെ കടുവ കടിച്ചു കൊന്നു. രാവിലെ കാപ്പിക്കുരു പറിക്കാൻ പോയപ്പോഴായിരുന്നു നരഭോജി കടുവയുടെ ആക്രമണം. കടുവയുടെ സാന്നിധ്യം ഇപ്പോഴും സ്ഥലത്തുണ്ട്. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതിനെ തുടർന്ന് കടുവയെ വെടിവെക്കാൻ വനം വകുപ്പ് ഉത്തരവിട്ടിട്ടുണ്ട്. ജനം ഡിബേറ്റ് പരിശോധിക്കുന്നു. കേരളത്തിൽ കടുവ രാജോ. BJP വക്താവ് അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്ക, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്ക, പരിസ്ഥിതി പ്രവർത്തകൻ സ്റ്റാലിൻ അഗസ്റ്റിൻ, പത്രപ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ MK രാംദാസ് എന്നിവ ചേരുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം സംഷാദ് മരക്കാറിൽ നിന്ന് ആരംഭിക്കുകയാണ്. സംഷാദ്, നിലവിലുള്ള അവസ്ഥ എന്താണ്? നിലവിൽ പഞ്ചാരക്കൊല്ലി പ്രദേശം മാനന്തവാടി മുനിസിപ്പാലിറ്റിയുടെ ഭാഗമായുള്ള പ്രദേശത്താണ് രാധയുടെ മരണമുണ്ടായത്. അതിനെ തുടർന്നുള്ള പ്രതിഷേധത്തെ തുടർന്ന് വെടിവെക്കാനുള്ള ഉത്തരവ്, അതിനുശേഷം സമരം അവസാനിക്കുന്നു. രാധയുടെ മൃതദേഹം മാനന്തവാടി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ് രാവിലെ മുതൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ അതിനുശേഷമുണ്ടായ ഒരു അപ്ഡേഷൻ, വീണ്ടും ആ കടുവയുടെ സാന്നിധ്യം അവിടെ ഒന്ന് രണ്ട് ആളുകൾ കാണുകയും അവർ ഫോറസ്റ്റിനെ അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ട്. വെടിവെക്കാൻ ഉത്തരവ് ഇറക്കി എന്ന് പറയുന്ന മന്ത്രിയും ആ ഉത്തരവ് നിലനിൽക്കെ ആളുകൾ കടുത്ത ആശങ്കയിലും പ്രയാസത്തിലുമാണ്. ആ ആശങ്കയുടെയും പ്രയാസത്തിന്റെയും അടിസ്ഥാനം, സാധാരണഗതിയിൽ ഒരു കടുവ വനപ്രദേശത്ത് നിന്നും നാട്ടിൻപുറങ്ങളിലേക്ക് വരികയും വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും നമ്മൾ കൂടുവെച്ച് കടുവയെ പിടിക്കാൻ കാത്തിരിക്കുകയും ചെയ്യുന്നത് പുൽപ്പള്ളിയിലെ അമരക്കുനിയിൽ നമ്മൾ 5-6 ദിവസം കാത്തിരുന്നവരാണ്. പക്ഷെ ഇവിടെ വളർത്തുമൃഗത്തെ അല്ല കടുവയുടെ ആക്രമണം മൂലം നഷ്ടപ്പെട്ടത്, ഒരു മനുഷ്യന്റെ ജീവനാണ്. അതുകൊണ്ട് ആളുകൾ വലിയ ആശങ്കയിൽ തന്നെയാണ്. കാരണം മനുഷ്യനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി കൊന്ന് അതിന്റെ ഭക്ഷിച്ച ഒരു കടുവയുടെ സാന്നിധ്യം എന്ന് പറയുന്നത് അത്ര നിസാരവൽക്കരിച്ച് കാണാൻ കഴിയുന്നതല്ല. പക്ഷെ ഉത്തരവുകൾ കൊണ്ട് കാര്യമില്ല. ഇതുവരെ ആളുകളുടെ ആശങ്ക പരിഹരിക്കുന്ന രീതിയിലേക്കുള്ള ഒരു മുന്നോട്ടു പോക്ക് നടന്നിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇനി ഈ രാത്രിയിൽ പ്രത്യേകിച്ച് ഒന്നും അവർക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം ഫോറസ്റ്റിന്റെ പരിമിതി ഉണ്ട്. പക്ഷെ ആ ഒരു രാത്രി എന്ന് പറയുന്നത് പഞ്ചാരക്കൊല്ലി, ജെസി, ചെറക്കര, പിലാക്കാവ് 4 ഡിവിഷൻ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ 4 ഡിവിഷൻ എന്ന് പറയുമ്പോൾ തന്നെ 5000-ലധികം ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പൊ ആ പ്രദേശത്തെ മുഴുവൻ ആളുകളും ഒരു രാത്രി ഭയത്തോടു കൂടി ജീവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. നാളെ രാവിലെ മുതൽ അവർക്ക് നിയന്ത്രണങ്ങൾ, പുറത്തിറങ്ങുന്നതിനും അവരുടെ വിളവെടുക്കുന്നതിനും, അനിൽ പറഞ്ഞതുപോലെ കാപ്പി വിളവെടുപ്പിന്റെ സമയമാണ്. ഇതെല്ലാം ഒരു പ്രതിസന്ധിയിലാവുന്ന ഒരു ഘട്ടത്തിലാണ്. പക്ഷെ സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ട് ഉത്തരവ് കൊണ്ട് കാര്യമില്ല, ഊർജിതമായ നടപടികളിലേക്ക് കടക്കണം. പക്ഷെ എനിക്ക് ആ ഉത്തരവിൽ തന്നെ ചെറിയ അവ്യക്തതകൾ ഉണ്ടെന്നാണ്. അത് ഞാൻ ചർച്ചയുടെ തുടർഭാഗങ്ങളിൽ അത് പറയാം. പക്ഷെ എന്നാലും ആ കടുവയെ അവിടെ നിന്ന് മാറ്റുക, വെടിവെച്ചാണെങ്കിൽ വെടിവെച്ച്, മയക്കുവെടിവെച്ചാണെങ്കിൽ മയക്കുവെടിച്ച്, ഏത് തരത്തിലാണെങ്കിലും കടുവയെ പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് നിന്ന് അടിയന്തരമായി മാറ്റിയാൽ മാത്രമേ ആ പ്രദേശത്തെ ജനജീവിതം സാധാരണഗതിയിലേക്ക് വരുത്താൻ നമ്മൾക്ക് കഴിയുകയുള്ളൂ. ഒരു പ്രതിഷേധമുണ്ടാകുമ്പോൾ, ഒരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ അത് രൂപപ്പെടുന്ന ഉടനെ ഉണ്ടാക്കുന്ന ചില വാക്കുകൾ മാത്രമായി ഉറപ്പുകൾ മാറരുത്. അത് വയനാടിന്റെ ഇതുവരെയുള്ള അനുഭവത്തിൽ അങ്ങനെ ചില ഉറപ്പുകൾ പറയുകയും പ്രതിഷേധം അവസാനിപ്പിക്കുകയും പിന്നീട് ആ പറഞ്ഞ വാക്ക് പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്യുന്നത് 1-2 കാര്യങ്ങളിലാണെങ്കിൽ നമുക്കത് വിട്ടുപോയതാണ്, മറന്നുപോയതാണ് എന്ന് പറയാൻ കഴിയും. പക്ഷേ 1-2 കാര്യങ്ങളിലല്ല, ഒത്തിരി കാര്യങ്ങളിൽ ഒരു പ്രതിഷേധത്തെ ശമിപ്പിക്കാൻ വാക്ക് പറയുകയും പിന്നീട് ആ വാക്ക് പാലിക്കപ്പെടാതിരിക്കുകയും ചെയ്ത ഗുരുതരമായ ഒരു സാഹചര്യം കൂടി വയനാട്ടിൽ നിലവിലുണ്ട്. പാഴ്വാക്ക് പറഞ്ഞ് ജനങ്ങളെ താൽക്കാലികമായി പ്രതിഷേധത്തു നിന്നും പിന്നോട്ട് മാറ്റി കടന്നു പോകാൻ കഴിയുന്ന ഒരു വിഷയമല്ല പഞ്ചാരക്കൊല്ലിയിലുള്ളത്. ആ കുടുംബത്തിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണം. ആ ആളെ കൊന്ന് ഭക്ഷണം കഴിച്ച കടുവയെ അടിയന്തരമായി ആ പ്രദേശത്തു നിന്നും റിമൂവ് ചെയ്യുന്നുള്ള നടപടികൾ സ്വീകരിച്ച് ജനങ്ങളുടെ ആശങ്ക അകറ്റി അവരുടെ ഒരു സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അത് എത്ര ദിവസം വൈകുന്നു അത്രയും നാൾ ആ പ്രദേശത്ത് ഉണ്ടാവുന്ന പ്രയാസങ്ങൾ വിവരിക്കാൻ കഴിയാത്തതാണ്. പ്രത്യേകിച്ച് ഈ ഒരു സമയം എന്ന് പറയുന്നത് കാപ്പി വിളവെടുക്കുന്നതിനും മറ്റു വിളവെടുക്കുന്ന സമയമാണ്. കുട്ടികളുടെ പരീക്ഷയുടെ സമയമാണ്. ഇപ്പൊ നേരത്തെ സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങുന്നതാണ്, വൈകിട്ടാണ് ക്ലാസ്സുകൾ അവസാനിക്കുന്നത്. അങ്ങനെ ഒരുപാട്
പ്രയാസങ്ങൾ ആ ജനത അനുഭവിക്കേണ്ടി വരും. അതിനൊരു ഇട കൊടുക്കരുത്. ഇനി ഒരു പ്രതിഷേധത്തെ തെരുവിൽ കാണുന്ന രീതിയിലേക്കുള്ള ഇടപെടലല്ല സർക്കാരിന്റെ ഭാഗത്ത് വേണ്ടത്. പ്രതിഷേധമില്ലാതെ ആശങ്ക അകറ്റി ജനങ്ങളെ കൂടെ നിർത്തുന്ന രീതിയിലുള്ള ഇടപെടലുകൾക്ക് സർക്കാർ അടിയന്തരമായി ഉത്തരവ് മാത്രമല്ല നടപടികൾ ആവശ്യമാണ്. യെസ്, അഡ്വക്കേറ്റ് അസ്കർ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ് നിലവിലുള്ള അവസ്ഥ വിശദീകരിച്ചത്. നോക്കൂ, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ്, അതും ശക്തമായ പ്രതിഷേധം ഉണ്ടായതിനെ തുടർന്നാണ് ഒരു ഘട്ടത്തിൽ ജനപ്രതിനിധിയായ മന്ത്രിയെ പോലും നേരിടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. അതിനെ തുടർന്നാണ് ഈ കടുവയെ വെടിവെക്കാൻ ഉത്തരവിട്ടത്. പക്ഷെ നോക്കൂ, ഈ കടുവ പേടിയിൽ ഈ മേഖലയിലുള്ള ജനങ്ങൾ കഴിയുന്നത് ആദ്യമായിട്ടല്ല. എന്തുകൊണ്ട് പ്രതിഷേധം ഉയരുമ്പോൾ മാത്രം നടപടികൾ ഉണ്ടാവുന്നു? അത് കഴിഞ്ഞാൽ എല്ലാം അവസാനിപ്പിച്ച് മടങ്ങുകയാണ്. വനം വകുപ്പ് കൂടുതൽ ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പ്രവർത്തിക്കേണ്ട സമയം അതിക്രമിച്ചില്ലേ അഡ്വക്കേറ്റ് അസ്കർ? ഇതിൽ കാണേണ്ടത് വന്യജീവികളും മനുഷ്യനുമായിട്ടുള്ള സംഘർഷം ക്രമാതീതമായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നത്. നാം നിത്യവും കേട്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരം വാർത്തകളിലൂടെയാണ്. എന്തുകൊണ്ട് നമുക്ക് ഇതിനൊരു ശാശ്വത പരിഹാരം കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയായി കേരളത്തിൽ അത് വല്ലാത്ത തരത്തിൽ ബാധിച്ചിരിക്കുന്നു എന്നുള്ളൊരു വസ്തുതയാണ്. ഇതിൽ പ്രധാനമായും കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ ഘടകം തന്നെയാണ്. കാലാവസ്ഥാ വ്യതിയാനവും അതിനെ തുടർന്നുണ്ടായിട്ടുള്ള വനത്തിനുള്ളിൽ ലഭിക്കേണ്ട ഭക്ഷണ സാധനങ്ങളുടെ ദൗർലഭ്യതയും വന്യജീവികളെ നാട്ടിലേക്ക് ഇറങ്ങി ഭക്ഷണം തേടുന്നതിന്റെ അവസ്ഥയിലേക്ക് സൃഷ്ടിച്ചിരിക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. ആ വസ്തുതകളൊന്നും നമുക്ക് അതിന്റെ മറ്റ് ഘടകങ്ങളൊന്നും മാറ്റിവെക്കാനാവില്ല. പക്ഷെ നിയമം മൂലം എങ്ങനെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാനാകും എന്നുള്ളതൊരു വലിയ ചോദ്യമുണ്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ അപാകതകളാണ് നിലവിൽ സംസ്ഥാന സർക്കാർ നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നുള്ളതാണ്. 11(1) അനുസരിച്ച് ഒരു വന്യമൃഗത്തെ തുരത്തണമെങ്കിൽ, അതിനെ വേട്ടയാടണമെങ്കിൽ നിയമപ്രകാരം DFOയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ കഴിയൂ എന്നുള്ളത് ഒരു വലിയ പരിമിതിയായി നിലനിൽക്കുമ്പോൾ ആ വന്യജീവി കേന്ദ്ര നിയമം നിശ്ചയമായും അമെൻഡ് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലേക്കാണ് രാജ്യം പോകേണ്ടത് എന്നുള്ള വസ്തുത നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ. ഈ ഘട്ടത്തിലല്ല അത് ചർച്ച ചെയ്യേണ്ടത്. എന്നിരുന്നാൽ പോലും വന്യജീവി സംരക്ഷണ നിയമം അടിയന്തരമായി ഭേദഗതി വരുത്തേണ്ടത് അതിന്റെ ആവശ്യകതയിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് അവിടെ എനിക്കൊരു വിയോജിപ്പുണ്ട് അസ്ക. ഇവിടെ നിയമങ്ങൾ ഉണ്ട്, പക്ഷെ എല്ലാം നിയമം പാലിച്ചിട്ടാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? ആണോ? ഇല്ല, നമുക്ക് ഒരുപക്ഷെ ഒരു വന്യമൃഗത്തെ വേട്ടയാടിയെന്നിരിക്കട്ടെ, ഇപ്പോ DFOയുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അത്തരത്തിൽ ചെയ്യാൻ കഴിയുക. പകരം റേഞ്ച് ഓഫീസർമാർക്കും ഇപ്പൊ ഉദാഹരണത്തിന് കാട്ടുപന്നിയെ വെടിവെക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അധികാരം നൽകുന്നത് ഹൈക്കോടതി ഇടപെടലിനെ തുടർന്നാണ്. പക്ഷെ അത്തരത്തിൽ നമുക്ക് ഈ നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് മനുഷ്യന് വിനാശകരമാകുന്ന വന്യമൃഗങ്ങളെ വേട്ടയാടുന്നതിനാവശ്യമായിട്ടുള്ള നിയമ ഭേദഗതി രാജ്യത്ത് ആവശ്യമില്ല. അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിലപാടെടുക്കുന്നതിന് കേരളത്തിൽ നിന്ന് 2 കേന്ദ്രമന്ത്രിമാരില്ലെന്നേ. അവരാവശ്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും അടിയന്തരമായി അത് ചെയ്താൽ കേരളത്തിൽ നിന്നുള്ള 20ഓളം വരുന്ന MP-മാർ ഒരുമിച്ച് ഒറ്റക്കെട്ട ഈ കാര്യത്തിൽ പറയുന്ന കേട്ടാ കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് 2 കേന്ദ്രമന്ത്രിമാർ ഉണ്ടാവുന്നതാണ്. അങ്ങനല്ല, നിയമം ഇപ്പോ നമുക്കറിയാലോ, കഴിഞ്ഞ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ്, ഒരു 10 കൊല്ലത്തിനിടയിലാണ് ഇത്രയധികം രൂക്ഷമായ വന്യജീവി മനുഷ്യ സംഘർഷം നടക്കുന്നത്. ആ സംഘർഷത്തിന്റെ സാഹചര്യത്തിലാണ് നാം എങ്ങനെ അതിനെ പരിഹരിക്കാനാവും എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഒരുപക്ഷെ ഇപ്പൊ നിയമ ഭേദഗതിയെ കുറിച്ച് സംസാരിക്കേണ്ട സമയമല്ല എങ്കിൽ പോലും അത്തരത്തിൽ വളരെ കുലങ്കഷമായി ഈ വിഷയത്തെ സംബന്ധിച്ച് ചിന്തിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് BJP ഭരണത്തിൽ ഉണ്ട് എന്നുള്ളത് നിസ്സാരമായി കാണാൻ കഴിയുന്നതല്ല. അപ്പോ കേന്ദ്ര ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ആ നിയമം ഭേദഗതി ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള നിലപാടെടുക്കുക എന്നുള്ളതാണല്ലോ ഏറ്റവും അടിയന്തരമായി ചെയ്യാൻ കഴിയുക. അത് ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള നിലപാട് എടുത്താൽ കേരളത്തിലുള്ള 20 MP-മാരും അതിനനുകൂലമായ നിലപാടെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. UDF-ഉം അതുപോലെ തന്നെ LDF-ഉം ഇക്കാര്യത്തിൽ മറ്റൊരു അഭിപ്രായം കേരളത്തിൽ ഇല്ലല്ലോ. ആ നിയമ ഭേദഗതിയുടെ സാധ്യതകളെ കുറിച്ച് കൂടിയാണ് ഇത്തരം വിഷയങ്ങൾ നമുക്ക് മുന്നിൽ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് മറ്റു തരത്തിൽ ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും, അത് വിദഗ്ധരുടെ അഭിപ്രായങ്ങൾ കൂടി പരിശോധിച്ചതിന് ശേഷം ഈ വന്യമൃഗങ്ങളെ മുഴുവൻ കൊന്നൊടുക്കിയത് കൊണ്ട് ഈ പ്രശ്നം പരിഹരിക്കാനാവുമെന്ന് കരുതുന്ന ഒരാൾ അല്ല ഞാൻ. പക്ഷെ ഇത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ നിശ്ചയമായും തുരത്തിയേ മതിയാകൂ. അത്
ഇപ്പോൾ നഗര കേന്ദ്രങ്ങളിലേക്ക് പോലും വന്യമൃഗങ്ങളുടെ രൂക്ഷമായ ശല്യം അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്ന സാഹചര്യമാണ്. അതിന് നിരവധി ഈ അന്താരാഷ്ട്ര വിഷയങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ അത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്ക് പഠിക്കാനാവും. കാര്യം നമ്മളെക്കാൾ വൈദ്യുതി നേടിയിട്ടുള്ള വിദേശ രാജ്യങ്ങൾ പോലും ഈ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ഇത് നമ്മുടെ മാത്രം പ്രതിസന്ധി അല്ല, ലോകത്താകമാനമുള്ള രാജ്യങ്ങളുടെ പ്രതിസന്ധി കൂടിയാണ്. അതുകൊണ്ടാണല്ലോ അമേരിക്കയിൽ വ്യാപകമായി കാട്ടുതീ ഉണ്ടാവുകയും ഏറ്റവും ഉന്നതരും രാജ്യത്ത് ഏറ്റവും അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സമ്പന്നർ താമസിക്കുന്ന മേഖലകളിലൊക്കെയാണ് കാട്ടുതീ വ്യാപകമായി പടർന്നു പിടിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. അവർക്ക് പോലും പ്രതിരോധിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ ഒരു അവികസിത രാജ്യം എന്ന നിലയിൽ, അല്ലെങ്കിൽ അതിൽ ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ള കേരളത്തിന് എന്തു ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഞാൻ വരാം. അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, അസ്കർ പന്ത് നിങ്ങളുടെ കോർട്ടിലേക്ക് അടിച്ചിരിക്കുകയാണ്. കേന്ദ്ര വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യേണ്ട ആവശ്യകത, അനിവാര്യത അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇപ്പോൾ അത് ചർച്ച ചെയ്യേണ്ട സമയമല്ല, പക്ഷേ എങ്കിലും ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ പ്രശ്നമല്ല. കഴിഞ്ഞ കുറേ നാളുകളായി മലയോര മേഖലയിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. അവർക്ക് കൃഷിനാശം സംഭവിക്കുന്നു, അവരുടെ വളർത്തുമൃഗങ്ങളെ നഷ്ടപ്പെടുന്നു. ഇപ്പോഴിതാ നരഭോജികളായി മാറുകയാണ് കടുവകൾ. ഞാനിന്ന് ഈ ചർച്ചയിൽ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നതല്ല, എങ്കിൽ പോലും അസ്കർ സാർ അത് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അത് പറയേണ്ടതുണ്ട്. ഒന്ന്, കേരളത്തിൽ നിന്ന് ആദ്യമായിട്ടല്ല 2 കേന്ദ്രമന്ത്രിമാരുണ്ടാകുന്നത്. കേരളത്തിൽ നിന്ന് 10 കേന്ദ്രമന്ത്രിമാരുള്ള സമയം ഉണ്ടായിരുന്നു. 1972 വൈൽഡ് ലൈഫ് ആക്ടിനെ കുറിച്ചാണ് പറയുന്നത്. അതിനുശേഷം വർഷം ഏറെക്കുറെ 50ഓളം വർഷം ഇപ്പോൾ കഴിഞ്ഞു. അപ്പോൾ ഇത് വൈൽഡ് ലൈഫ് ആക്ടിന്റെ പരിമിതികളെ സംബന്ധിച്ചാണ് നേരത്തെ മാറ്റാം. തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞ കാര്യത്തെ സംബന്ധിച്ച്, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പാർട്ടി കൃത്യമായ നയരൂപീകരണം ഈ വിഷയത്തിൽ നടത്തുന്നുണ്ട് എന്ന്, അതിനെക്കുറിച്ച് കൂടുതലായി ഇപ്പോൾ ഇവിടെ പറയാൻ ഞാൻ ആളല്ല. പക്ഷെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാടിലേക്കാണ് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാർ പോകുന്നത്. അത് മാത്രം അറിയിക്കുന്നു. പിന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ അവസ്ഥ നമ്മളൊന്ന് പ്രത്യേകം പരിഗണിക്കണം. പ്രത്യേകിച്ച് കേരളത്തിന്റെ വനങ്ങൾ ഇപ്പോ ഈ വയനാട് മാത്രമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം, 324 സ്ക്വയർ കിലോമീറ്റർ ആണ് വയനാട് വന്യജീവി സങ്കേതമുള്ളത്. ആ 324 സ്ക്വയർ കിലോമീറ്ററിൽ ഈ ഗോൾഡൻ കൊന്ന എന്ന് പറയുന്ന സാധനം, അതിന്റെ ടെക്നിക്കൽ നെയിം വായിക്കൊള്ളില്ലാത്തൊരു പേരാണ്, ഞാൻ ഓർക്കുന്നില്ല. എന്താണെങ്കിലും 2013 ഈ വനം സൗന്ദര്യവൽക്കരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി പ്ലാൻ ചെയ്ത ഈ സാധനം ആദ്യം 15 ഏക്കറിലാണ് പ്ലാൻ ചെയ്തത്. 2015 ആയപ്പോൾ തന്നെ 30 ഏക്കറിലെത്തി. ഇപ്പോ മൊത്തം വനമേഖലയുടെ 1/3 120 ഏക്കറിലധികം ഈ കൊന്നയാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന്റെ വനത്തിന്റെ ആവാസ വ്യവസ്ഥയെ നശിപ്പിച്ചുകൊണ്ട് പൂർണ്ണമായിട്ട് ആ മേഖലയിൽ മറ്റൊരു വൃക്ഷങ്ങളും വളരില്ല. മാത്രമല്ല, ചൂട് ഭയങ്കരമായിട്ട് കൂടുകയാണ്. അതായത് വന്യജീവികൾക്ക് വളരാൻ കഴിയില്ലാത്ത സാഹചര്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, 20 കടുവ, അതായത് വയനാട്ടിന്റെ ഇപ്പോൾ നിലവിലുള്ള സാഹചര്യം അനുസരിച്ച് 20 കടുവകൾക്കാണ് അവിടുത്തെ ആവാസ വ്യവസ്ഥയിൽ ആ വനത്തിൽ കഴിയാൻ കഴിയുന്നത്. അതിന് പകരം സർക്കാരിന്റെ കണക്കിൽ തന്നെ 64 കടുവയുണ്ട്. പക്ഷെ 2023 162 കടുവകൾ വരെ വയനാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അതിന്റെ രേഖകളുമുണ്ട്. അപ്പോ ഹലോ, കേൾക്കാം, പറഞ്ഞോളൂ. കേൾക്കാം. അപ്പം പിന്നെ കേരളത്തില് ആനകളുടെ എണ്ണം ഇന്ത്യയുടെ ഭൂപ്രദേശത്ത് മൊത്തം എടുത്ത് നോക്കിയാൽ 1% ജിയോഗ്രഫിക്കൽ ഏരിയ ഉള്ള കേരളത്തിൽ, ഇന്ത്യയിൽ മൊത്തമുള്ള ആനകളുടെ 20% കേരളത്തിലാണ്. 6000-ലധികം ആനകളുണ്ട് കേരളത്തിൽ. ഞാനൊരു കർഷകൻ കൂടിയാണ്. സത്യം പറഞ്ഞാല് നമ്മൾ മുതൽ മുടക്കുന്നതിന്റെ ഇരട്ടി തുക ആണ് ഞങ്ങൾ മലയോര മേഖലയിൽ വന്യമൃഗങ്ങളിൽ നിന്നുള്ള ശല്യത്തെ തടയാൻ വേണ്ടി. എന്നിട്ട് പോലും ഇപ്പൊ എനിക്ക് എന്റെ പറമ്പിൽ എനിക്ക് വാഴ വെക്കാൻ കഴിയില്ല, എനിക്ക് ചേന നടാൻ കഴിയില്ല. അപ്പം കാട്ടുപന്നി ഉപദ്രവിക്കില്ല എന്ന് ഉറപ്പുള്ള ഈ വർഷം ഞാൻ 50 തെങ്ങ് വെച്ചു. എന്റെ പറമ്പിൽ 50 തെങ്ങ് വെച്ചു. എനിക്കിപ്പോ 2 എണ്ണമാണ് മിച്ചമുള്ളത്. ബാക്കി 48 എണ്ണം പന്നി കുത്തി കളഞ്ഞു. ഈ മലയോര മേഖലയിലുള്ള ഈ കർഷകരുടെയും അവരുടെ മക്കളും ഒക്കെ ഈ നാട് വിട്ടു പോകുന്നതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, അവർക്ക് കുടിയേറ്റ കർഷകർക്ക് അവരുടെ മേഖലയിൽ കൃഷി ചെയ്ത് കഴിയാൻ കഴിയുന്നില്ല. അവർക്ക് കൃഷി ഉപേക്ഷിച്ച് അവർ ആ നാട് വിട്ടു പോകാൻ, പല വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ ഒരു കാലത്ത് ഈ നാടിനെ തീറ്റിപ്പോറ്റിയിരുന്ന കൃഷിയിടങ്ങൾ
ഇന്ന് വനമായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പുറകിൽ ഒരു അജണ്ട ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഞാനൊന്ന് തിരിച്ചു പറയട്ടെ, 2013 നമുക്ക് നമ്മുടെ ഗാഡ്ഗിൽ കസ്തൂരംഗൻ റിപ്പോർട്ട് വരുന്നത്. ഗാഡ്ഗിലിനെയും കസ്തൂരംഗനെയും ഞാൻ കുറ്റം പറയില്ല, കാരണം അവരുദ്ദേശിച്ചതല്ല സർക്കാർ നടപ്പിലാക്കുന്നതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രശ്നം. കാരണം പശ്ചിമഘട്ടം സംരക്ഷിക്കണമെന്ന് പറഞ്ഞതിന്റെ മറവിൽ പശ്ചിമഘട്ടത്തെയും അതിനോട് ചേർന്ന് കിടക്കുന്ന, ഇപ്പൊ ബഫർ സോൺ വിഷയം ഉണ്ടായി, അതിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളെ വലിയ രീതിയിൽ ജനങ്ങളെ കുടിയൊഴിപ്പിച്ചുകൊണ്ട്, അത് വന്യമൃഗശല്യം കൊണ്ടും അല്ലാതെയും ഫോറസ്റ്റ് രാജ് വഴിയും കുടിയൊഴിപ്പിച്ചുകൊണ്ട് ആ നാട്ടിൽ വീണ്ടും വനവൽക്കരണം നടത്താൻ അവർ ശ്രമിക്കുന്നത്. ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ മാറ്റിവെച്ചൊരു ബില്ല് അസ്കർ സാറിന് അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു? ഫോറസ്റ്റ് വാർഡന്മാർക്ക് പോലും, അതായത് ഈ സുപ്രീം കോടതി വിധികളെ പോലും മറികടന്നുകൊണ്ട് ഫോറസ്റ്റ് വാർഡന്മാർക്ക് പോലും ആരെയും കസ്റ്റഡിയിൽ എടുക്കാവുന്ന അവസ്ഥ. കേരളത്തിന്റെ 410 പഞ്ചായത്തുകളിൽ യഥാർത്ഥത്തിൽ ഫോറസ്റ്റ് രാജ് നടക്കുന്ന പഞ്ചായത്തുകൾ അറിയോ? അവിടെ പോലീസിനേക്കാൾ ശക്തം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരാണ്. അപ്പൊ അതിന്റെ ഫോറസ്റ്റ് വാർഡന് പോലും അറസ്റ്റ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൊടുക്കുകയാണ്. അപ്പൊ എന്താണ് അതിന്റെ ഉദ്ദേശം? ഈ സൈലന്റ് വനവൽക്കരണത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും കൂട്ടുനിൽക്കുന്നതെന്ന് തന്നെ പറയാം. കേരളത്തിന് 16,000 കിലോമീറ്റർ, ഞാൻ പറയുമ്പോൾ അതിശോക്തിയായിട്ട് കൂട്ടരുത്, വനമേഖലയുമായി ജനവാസ മേഖലകൾ പങ്കിടുന്ന പ്രദേശത്തിൽ നമുക്ക് രണ്ടും തമ്മിലുള്ള അതിർത്തി എന്ന് പറഞ്ഞാൽ 16,300 കിലോമീറ്റർ ആണ്. കേരളത്തിന് മൊത്തം 600 കിലോമീറ്റർ കേരളത്തിന് നീളമുണ്ടെങ്കിലും വനാതിർത്തി പങ്കെടുക്കുന്നത് കയറി ഇറങ്ങി കിടക്കുന്നുണ്ട് 16,300 കിലോമീറ്റർ ആണ്. അതിൽ 3000 കിലോമീറ്ററിന് പോലും ഫെൻസിംഗ് ഇല്ല. നൂറുകണക്കിന് കോടി രൂപ കേന്ദ്ര ഫണ്ട് വന്നിട്ട് അതിൽ 50% പോലും ചെലവഴിക്കാത്ത ഒരു സർക്കാരിനെ കുറിച്ചാണ് കേന്ദ്ര ആക്ടിന്റെ വിശേഷത്തെ കുറിച്ച് പറയുന്നത്. ഇവിടെ കടുവകളെ കൺസർവ് ചെയ്യാൻ കഴിയണം. അധികമായുള്ള ഇപ്പം പ്രായം ചെന്ന കടുവകൾക്ക് വേട്ടയാടി ആളുകളെ പിടിക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഇത് കൂടുതൽ നാട്ടിലിറങ്ങുന്നത്. അപ്പം അതിനെ കൃത്യമായി കൺസർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന് നഴ്സറി, വിദേശ രാജ്യങ്ങൾ ചെയ്യുന്ന അങ്ങനെയാണ്, ഇതിന് നഴ്സറികൾ സ്ഥാപിക്കണം. ഇതിനെ അധികമായിട്ടുള്ള കടുവകളെയും പൈസ എന്ന കടുവകളെയും ഒരുമിച്ച് സൂ പോലെ അവരുടെ ആവാസ വ്യവസ്ഥയ്ക്കുള്ളിൽ തന്നെ നഴ്സറികൾ സ്ഥാപിച്ചു. വിദേശ രാജ്യങ്ങൾ നമ്മൾ പോകുമ്പോൾ കാണുന്നില്ലേ, അതിനെ കൺസർവ് ചെയ്ത് അവനെ ഒരുമിച്ച് കൂട്ടിയിട്ടേക്കാണ്, അതിനെ പുറത്തോട്ട് പോകാൻ അനുവദിക്കില്ല. അപ്പം അതിനുള്ള ഭക്ഷണവും ക്രമീകരണങ്ങളും മനുഷ്യന്റെ രക്ഷയും സുരക്ഷയുമാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെങ്കിൽ സർക്കാർ ചെയ്യേണ്ട അതാണ്. അതിനപ്പുറത്തേക്ക് ഈ നമ്മുടെ ഈ വിദേശ രാജ്യങ്ങൾ, കാനഡയാകട്ടെ അമേരിക്ക ആകട്ടെ, അവിടെയൊക്കെ ചെന്നാൽ കൃത്യമായിട്ട് എണ്ണം കൂടുന്ന വന്യമൃഗങ്ങൾ, ക്രമാതീതമായ എണ്ണം കൂടുന്നത്. ഇപ്പൊ ഒരു കാട്ടുപന്നി ഒരു വർഷം 20 കുഞ്ഞുങ്ങളെ പ്രസവിക്കും. അപ്പോ ഇപ്പൊ കേരളത്തിൽ 1 ലക്ഷം കാട്ടുപന്നി ഉണ്ടെങ്കിൽ ഒരു വർഷം കഴിയുമ്പോൾ അത് 20 ലക്ഷമായിട്ടാണ് വർദ്ധിപ്പിക്കുന്നത്. ഇപ്പോ കഴിഞ്ഞ ദിവസം രാമപുരം എന്ന് പറയുന്ന പ്രദേശത്ത്, രാമപുരം വനത്തിൽ നിന്ന് ഒത്തിരി ദൂരെയാണ്, ഭരണങ്ങാനത്ത്, രാമപുരത്ത് ഒക്കെ കാട്ടുപന്നി വന്നിരിക്കുന്നു. പാലാ ടൗണിൽ, എന്റെ നാട്ടില് പാലാ ടൗണില് കാട്ടുപന്നി വന്നിരിക്കുന്നു. ഇത് എത്രയോ കിലോമീറ്റർ അപ്പുറത്താണ് ഇത് വന്നിട്ടെന്നറിയോ? അപ്പോ ഇത് ഒരു തരത്തിലും ഒരു കൃഷിയും നമുക്ക് നടത്താൻ, ഒരു തെങ്ങോ വാഴയോ കമുകോ എന്ന് വേണ്ട ഒരു കൃഷിയും നടത്താൻ മേലാത്ത രീതിയിൽ കർഷകരെ പ്രതിസന്ധിയിലാക്കുന്നു. അതിലുപരി ഇപ്പോ 6 മണിക്ക് ശേഷം ഞാൻ പറഞ്ഞ ഈ 410 പഞ്ചായത്തുകൾ, മലയോര മേഖലയുടെ അല്ലെങ്കിൽ വനാതിർത്തി പങ്കിടുന്ന 420 പഞ്ചായത്തുകളിലും 6 മണിക്ക് ശേഷം ജനം പുറത്തിറങ്ങിയാൽ അറിയോ, വിജനമാണ്. കാരണം ഒറ്റയ്ക്ക് പോയാൽ എന്താ വരുന്നത്, കടുവയാണോ, പോത്താണോ, പുലിയാണോ, കരടിയാണോ, ആനയാണോ പറയാൻ പറ്റില്ല. ഇപ്പൊ ഇന്നലെ മുഴുവൻ എല്ലാ ചാനലിലും ലൈവ് ഉണ്ടായിരുന്നു. ആന വന്ന് കെണ്ട് ചാടി. അതുകൊണ്ട് ആളുകൾക്ക് കാണാൻ നല്ല രസമാണ്. അത് കെണ്ട് ചാടി ആന കയറ്റിവിടാൻ വേണ്ടി കാണിക്കുന്നതിന്റെ 10-1 ആത്മാർത്ഥത ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വന്തം വർഗത്തിൽപ്പെടുന്ന മനുഷ്യജീവന് കൊടുത്താൽ ഈ പകുതി പ്രശ്നം തീരും. ഇതൊന്നും അല്ല വേണ്ടത്. യഥാർത്ഥത്തിൽ ഈ വന്യമൃഗങ്ങളുടെ അവരുടെ കസ്റ്റോഡിയനായിട്ട് ഫോറസ്റ്റിനെ തീരുമാനിക്കണം. വന്യമൃഗങ്ങൾ വനം വിട്ട് പുറത്തു വന്നാൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന് ഉദ്യോഗസ്ഥർക്ക് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു മൃഗവും പുറത്തു വരികയില്ല. കാരണം ഇതിനകത്ത് വനത്തിനുള്ളിൽ കൃത്യമായി കൃഷി ചെയ്യണം. വനത്തിനുള്ളിൽ മൃഗങ്ങൾക്ക് നിൽക്കാനുള്ള അവർക്ക് ഭക്ഷ്യോൽപ്പന്നങ്ങൾ ഉണ്ടാകണം, അവർക്ക് വെള്ളം ഉണ്ടാകണം, അവരുടെ ആവാസ വ്യവസ്ഥ ഉണ്ടാകണം, ഇതിനൊക്കെ കൃത്യമായ പഠനങ്ങൾ ഉണ്ടാകണം. ഇതെല്ലാം 1972 ഫോറസ്റ്റ് ആക്ടിന്റെ കുഴപ്പമാണെന്ന് പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ് സാർ അത് കേൾക്കാൻ. ഷംസാദ് മരക്ക, 2017 തൊട്ട് 2021 വരെ കംട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിൻ്റെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് 29,798 വൈൽഡ് ലൈഫ് അറ്റാക്കുകൾ, വന്യജീവി ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ്. 29,798. അതിൽ കേരളത്തിലെ കാര്യമാണ് പറയുന്നത്. അതിൽ കേരളത്തിലെ
ഈ 4 വർഷത്തിനിടയിൽ 445 മരണം സംഭവിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഒബ്സർവേഷൻ, അതായത് ഈ ഹ്യൂമൻ വൈൽഡ് ലൈഫ് കോൺഫ്ലിക്ട്സ് അത് ഉണ്ടാകുന്നത് പ്രധാനമായും പുവർ ഫോറസ്റ്റ് മാനേജ്മെൻറ്റ് കാരണമാണ്. വനം മാനേജ് ചെയ്യുന്നതിൽ വനം വകുപ്പ് പരാജയപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു ഒബ്സർവേഷനാണ് CAGയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രധാനമായും ഈ എൻക്രോച്ച്മെൻറ്റ്, കടന്നുകയറ്റം, അത് തടയാനുള്ള നടപടികൾ വനവകുപ്പ് കൈക്കൊള്ളണം എന്ന് റെക്കമെൻഡ് ചെയ്തിരിക്കുന്നു. ഇത് 2021 വരെയുള്ള കണക്കാണ്. പുതിയ റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട്. അതായത് ഞാൻ വർഷം തിരിച്ച് പറയാം. 2019-2020 102 ആളുകളാണ് വന്യജീവി ആക്രമണത്തെ തുടർന്ന് മനുഷ്യരാണ് മരണപ്പെട്ടത്. 2020-21 97, 2021-22 152, 2022-23 99, 2023-24 വർഷം 105 പേരാണ് മനുഷ്യരാണ് മരണപ്പെട്ടിരിക്കുന്നത്. ഇതിൽ മറ്റ് കാര്യങ്ങളും പറയുന്നുണ്ട് കേട്ടോ. കാറ്റിൽ ലോസ്, ഈ നമ്മുടെ വളർത്ത് മൃഗങ്ങളും അതുപോലെ ക്രോപ്പ് ഡാമേജും പറയുന്നുണ്ട്. അത് 6063 2019-20, 2020-21 7077, 2021-22 7094, 2022-23 5800, 2023-24 4555. ഒരു അലാമിംഗ് ആയിട്ടുള്ള, അല്ലേ, വളരെ ഭീതിയോടെ നോക്കിക്കാണേണ്ട ഒരു വിഷയം തന്നെയല്ലേ ഇത്? കണക്കുകൾ അതിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത് ഷംസാദ്? തീർച്ചയായും താങ്കൾ പറഞ്ഞതുപോലെ ഇത് വളരെ ആശങ്കപ്പെടുത്തുന്ന, വളരെ ഭീതിയോടുകൂടി മാത്രം കേട്ടിരിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ അനുഭവിക്കപ്പെടുന്ന ഒരു വിഷയമാണ്. പക്ഷെ ഈ ഒരു വിഷയത്തെ നമ്മൾ ചർച്ചകളിൽ അല്ലെങ്കിൽ സംവാദ വേദികളിലൊക്കെ അതേ സീരിയസ്നെസ്സിനോടുകൂടി നമ്മൾ അവതരിപ്പിക്കാറുണ്ട്. ചിലപ്പോ ഇന്ന് ഈ ചാനലിൽ നമ്മൾ ചർച്ച ചെയ്തതൊക്കെ സാഹചര്യമുണ്ട്. പക്ഷെ നമുക്ക് ഇപ്പൊ അസ്കർ 1972 വന നിയമ ഭേദഗതിയോടുകൂടി ഈ പ്രശ്നം അവസാനിക്കും എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് എന്നുള്ളതാണ്. വന നിയമ ഭേദഗതി വേണ്ട എന്നുള്ള നിലപാട് കോൺഗ്രസിനോ ആർക്കും ഉണ്ടാവില്ല. പക്ഷെ വന നിയമ ഭേദഗതി വേണം. 1972 വന നിയമ ഭേദഗതിയിൽ ചിലപ്പോ ഏത് രീതിയിൽ വേണമെങ്കിലും മാറ്റത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. ആളുകൾക്ക് വലിയ രീതിയിൽ എണ്ണം വർദ്ധിക്കുന്ന മൃഗങ്ങളെ ഹണ്ടിങ് ചെയ്തുകൊണ്ട് എണ്ണം കുറയ്ക്കാൻ നമുക്ക് സംവിധാനങ്ങൾ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഇതിനെ പിടിച്ചുകൊണ്ടുപോയി മാറ്റാനുള്ള എന്ത് രീതിയിലുള്ള ഇടപെടലുകളും നടക്കട്ടെ, അതിൽ തർക്കമില്ല. പക്ഷെ നമ്മൾ ഈ വിഷയത്തെ ഒരു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എത്ര ഗൗരവത്തിൽ കാണുന്നുണ്ട് എന്നുള്ളതിന് ലളിതമായ ഉദാഹരണം ഞാൻ പറയും. ഇപ്പോ ഷോൺ ഈ ചർച്ചയിൽ പറഞ്ഞ ഗോൾഡൻ കൊന്ന, അതായത് മഞ്ഞക്കൊന്ന, സെന്ന എന്നുള്ള വിളിപ്പേരുള്ള മഞ്ഞക്കൊന്ന, ഏറ്റവും കൂടുതൽ മഞ്ഞക്കൊന്ന ഉള്ളത് വയനാട്ടിൽ ജില്ലയിലെ നീലഗിരി ബയോസ്ഫിയറിനകത്താണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത ഇപ്പോ ആസ്കറിന് അറിയാതിരിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റേത് ജില്ലയിലുമുള്ള ഒരു പ്രശ്നം ആ ജില്ലയിലെ മാത്രം ഒരു കൺട്രോളിൽ ഇത് നിൽക്കും. ഞങ്ങളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് തൊട്ടപ്പുറത്ത് കർണാടകയും തൊട്ടപ്പുറത്ത് തമിഴ്നാടുമാണ്. മൃഗങ്ങൾക്ക് സംസ്ഥാന അതിർത്തികളില്ല. ഈ നീലഗിരി ബയോസ്ഫിയർ ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്ന ഒരു മേഖലയിൽ വലിയ രീതിയിലുള്ള അറ്റാക്കിന് സാധ്യതയുള്ള ഒരു ജില്ലയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പുൽപ്പള്ളി അമരക്കുനിയിൽ നിന്നും പിടികൂടിയ കടുവ കേരളത്തിന്റെ അല്ലെങ്കിൽ വയനാട് വൈൽഡ് ലൈഫിലോ സൗത്തിലോ നോർത്തിലോ ക്യാമറ ട്രാപ്പിൽ കുടുങ്ങിയ കടുവയല്ല. അതിനർത്ഥം അത് കേരളത്തിന്റെ എണ്ണത്തിൽപ്പെട്ട കടുവയല്ല. അത് ഏതോ ഒരു സംസ്ഥാനം, കർണാടകമാവാം, തമിഴ്നാടാവും. സാധ്യത കൂടുതൽ കർണാടകയാണ്. കാരണം പുൽപ്പള്ളി, കന്നാരമ്പുഴ, കബനി, ബാബലി എന്നുള്ളത് കൊണ്ട് അവിടെ നിന്ന് വന്നതാണ്. അപ്പൊ ഇങ്ങനെ മൈഗ്രേഷൻ വല്ലാത്ത രീതിയിൽ വയനാട്ടിലേക്ക് നടക്കും, പ്രത്യേകിച്ച് ഡിസംബർ, ജനുവരി, ഫെബ്രുവരി. ഇനി ഈ 3 മാസങ്ങൾ വയനാടിനെ സംബന്ധിച്ചിടത്തോളം വളരെ ക്രൂഷ്യലായ മാസങ്ങളാണ്. ഇത് വയനാട്ടുകാർക്ക് അറിയാം, ഇത് ഇവിടുത്തെ വനം വകുപ്പിനും അറിയാം, ഇത് മന്ത്രിക്ക് അറിയുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് എത്രത്തോളം കാര്യങ്ങൾ അറിയുമെന്നുള്ളത് എനിക്കറിയില്ല. ഈ മാസങ്ങളുടെ പ്രത്യേകത, പ്രജീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 1.5 വർഷം മുമ്പ് മരണപ്പെടുന്നത് ഫെബ്രുവരി മാസത്തിലാണ്. അതായത് ജനുവരി, ഫെബ്രുവരി, ഡിസംബർ ഈ 3 മാസം കടുവ കൂടുതൽ വയനാട്ടിൽ സാന്നിധ്യം ഉണ്ടാകും. ഈ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുമെന്ന് അറിയുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്വാഭാവികമായി മുൻവർഷങ്ങളിൽ കടുവ ഇറങ്ങിയ പ്രദേശങ്ങൾ, വളർത്തുമൃഗങ്ങളെ കൊണ്ടുപോയ പ്രദേശങ്ങൾ, അല്ലെങ്കിൽ മനുഷ്യരെ ആക്രമിക്കപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രത്യേക ഒരു ശ്രദ്ധ കൊടുക്കണമെന്ന് ഒരാഴ്ച മുമ്പുള്ള മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞതാണ്. ഈ DFO അതിനകത്തുണ്ട്, എല്ലാവരും ഉണ്ട്.
കാരണം ഒരിക്കൽ വന്നിട്ടുണ്ടെങ്കിൽ ആ കടുവ സ്വാഭാവികമായി വീണ്ടും ചിലപ്പോൾ വരും. അതിന് പിടികൂടിയിട്ടില്ലെങ്കിൽ പിടികൂടിയാൽ ആ വഴി വേറെ കടുവകൾ ചിലപ്പോൾ വരും. അപ്പൊ ഒരു ശ്രദ്ധ ഉണ്ടാവണം എന്ന് പറഞ്ഞു. ഈ പഞ്ചാരക്കൊല്ലിയിൽ ഇന്നത്തെ ഇൻസിഡന്റിൽ ആ ശ്രദ്ധ ഉണ്ടായിട്ടില്ല. കാരണം ഒരു 1.5 വർഷം മുമ്പ് ഇതേ സ്ഥലത്ത് പഞ്ചാരക്കൊല്ലി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു കടുവ വരികയും ഒരു പശുവിനെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാനും ഇപ്പോഴത്തെ മന്ത്രി, അന്ന് MLA ആയ ശ്രീ OR കേളു സ്ഥലത്ത് പോവുകയും ചെയ്ത ആളുകളാണ്. ഈ 1.5 വർഷം അല്ലെങ്കിൽ 1.25 വർഷം കഴിയുമ്പോൾ വീണ്ടും പഞ്ചാരക്കൊല്ലിയിൽ ഒരു അറ്റാക്ക് ഉണ്ടാവുകയാണ്. അപ്പൊ നമ്മൾ അവരോട് പറഞ്ഞതുപോലെ കടുവയുടെ സാന്നിധ്യം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ഒരു പെട്രോളിങ്ങും ഒരു സ്പെഷ്യൽ പരിശോധനയൊക്കെ നടത്തേണ്ട കാര്യം ഉണ്ടായിരുന്നു. അത് നടത്തിയോ എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് ഫോറസ്റ്റ് ആണ്. പക്ഷെ എന്റെ അറിവിൽ അത്തരം ചില വ്യക്തമാക്കലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഇനി നമ്മൾ അനിൽ നമ്പ്യാർ പറഞ്ഞ ഈ കണക്ക് എന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്ന കണക്കാണ്. ഈ ഒരു കണക്കിനെ അല്ലെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തെ ബാധിക്കുന്ന ഈ വിഷയത്തെ കൈകാര്യം ചെയ്യാൻ സർക്കാർ തലത്തിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൂടി പറയണ്ടേ. ഞാൻ അഷ്കറിന്റെ വാദത്തോട് പൂർണ്ണമായി യോജിക്കുന്നു. 72-ലെ വനനിയമ ഭേദഗതി ഉണ്ടാവണം, അതിൽ തർക്കമില്ല. പക്ഷേ സ്റ്റേറ്റ് സർക്കാർ, സംസ്ഥാന സർക്കാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഇപ്പോഴും വയനാട്ടിലെ ആളുകൾക്ക് ഈ പല കാര്യങ്ങളിൽ അവ്യക്തത ഉള്ളത് എന്തുകൊണ്ടാണ്? ഒന്നും ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഒരു ഫെൻസിങ് നമ്മൾ നടത്തി, അല്ലെങ്കിൽ ട്രെഞ്ച് നിർമ്മിച്ചു, ക്രാഷ് കാർഡ് ഫെൻസ് ചെയ്തു, സോളാർ തൂക്കുവേലി നിർമ്മിച്ചു. ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ആനയെ തടയാൻ പറ്റുന്ന ഒരു മാർഗങ്ങളാണ്. കടുവയെ തടയാൻ എന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. ഈ മെത്തേഡ് പോലും കൃത്യമായി മെയിന്റനൻസ് നമ്മൾ നടത്തുന്നില്ല. പല സ്ഥലത്തും ഇത് കിടക്കുകയാണ്, പൊട്ടിക്കിടക്കുന്നു, ഒരു ഉപയോഗവുമില്ല. എത്ര കാലമായി പറയുന്നത് ഇതിന് കൃത്യമായി മെയിന്റനൻസ് നടത്തണമെന്ന്. അതിന് 1972-ലെ വനനിയമ ഭേദഗതിയുടെ ആവശ്യമില്ലല്ലോ. മെയിന്റനൻസ് പ്രോപ്പറായി നടത്തിക്കൂടെ? ഈ അലർട്ട് മാസങ്ങളിൽ കൃത്യമായി പെട്രോളിംഗ് നടത്തിക്കൂടെ? കൂടുതൽ വാച്ചർമാരെ നിയോഗിച്ചുകൂടെ? കൂടുതൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരെ വരണ്ടേ? ഇവർക്കൊരു കൺട്രോൾ ഉണ്ടാവണ്ടേ? ഇവരുടെ പെട്രോളിംഗ് ശക്തപ്പെടുത്തണ്ടേ? പ്രത്യേകിച്ച് വനാതിർത്തി പങ്കെടുക്കുന്ന പഞ്ചായത്തുകളിലൂടെ, കടുവയുടെ സാന്നിധ്യം ഉണ്ടായ പഞ്ചായത്തുകളിലൂടെ പോണ്ടേ? ഇങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പഞ്ചായത്ത് തലത്തിൽ, വാർഡ് തലത്തിൽ ജാഗ്രതാ സമിതി കൂടണ്ടേ? ജാഗ്രതാ സമിതി മോണിറ്ററിംഗ് റിപ്പോർട്ട് ഉണ്ടാവണ്ടേ? അവിടുത്തെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യപ്പെടണ്ടേ? എന്തൊക്കെ സിസ്റ്റം നമ്മുടെ കയ്യിലുണ്ട്? ആ സിസ്റ്റം ഒന്നും നമ്മൾ ചെയ്തില്ല. ഇന്ന് രാവിലെ അറ്റാക്ക് ഉണ്ടായി, ഫോറസ്റ്റ് അവിടെ എത്തി, ഇനി പ്രത്യേക നടപടികൾ, പ്രത്യേക പരിഗണനകൾ എന്നുള്ളതാണ് പറയുന്നത്. അതിനപ്പുറം ഒരു ഇടപെടൽ ഉണ്ടാവണം. ആ ഇടപെടലുകൾ പലപ്പോഴും ഈ ഗൗരവം, ഒരു വിഷയം വരുമ്പോൾ ഉണ്ടാവുന്ന ഗൗരവം, ആ വിഷയം അവസാനിക്കുമ്പോൾ ഇല്ലാതെയായി പോകുന്നു എന്നുള്ളതാണ് വയനാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പൊ ശ്രീ അനിൽ നമ്പ്യാർക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ അജീഷിന്റെ പോളിന്റെ ഒക്കെ മരണം നടന്നു, വലിയ സമരം നടന്നപ്പോ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന മുഖ്യമന്ത്രിയുടെ മീറ്റിംഗിനകത്ത് കുറെ തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങൾ നമുക്ക് നടപ്പിലാക്കാൻ പറ്റിയോ? അന്ന് പറഞ്ഞു വയനാട്ടിൽ ഇപ്പോൾ വൈൽഡ് ലൈഫിൽ മാത്രമാണ് RRT ഉള്ളത്. സൗത്ത് വയനാടിലും നോർത്ത് വയനാടിലും RRT പ്രഖ്യാപിച്ചു. വലിയ കരഘോഷത്തോടു കൂടി ആ RRT വന്നു. ആ RRTയിലേക്ക് ഏതെങ്കിലും നിയമനം കൊണ്ടുവന്ന്, അതായത് ഉള്ള വാച്ചർമാരെ, ഉള്ള ഫോറസ്റ്റ് ഓഫീസർമാരോട് പറയാണ്, നിങ്ങൾ നാളെ മുതൽ സൗത്ത് വയനാടിന്റെ RRTയുടെ ഭാഗമാണ്, നോർത്ത് വയനാടിന് പുതിയ RRT. എങ്ങനെയാണ് RRT? ആ ഉള്ള ഫോറസ്റ്റ് ഓഫീസർമാരാണ് സാർ. പകരം അവിടെ നിയമനം നടക്കണം, കപ്പാസിറ്റി ഉള്ള ആളുകൾ വരണം, അവർക്കുള്ള സൗകര്യങ്ങൾ വേണം, അവർക്കുള്ള വാഹനം വേണം, അവർക്കുള്ള ഓഫീസ് വേണം, അവർക്കുള്ള കാര്യങ്ങൾ വേണം. അത് ചെയ്യുന്നില്ല. അപ്പൊ താൽക്കാലികമായി ചില കാര്യങ്ങൾ പറഞ്ഞ് താൽക്കാലികമായി രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. ഈ CAG റിപ്പോർട്ട് പോലെയുള്ള ഇതിന്റെ ഭവിഷ്യത്ത് 2015-ലാണ് വയനാട്ടിൽ കടുവയുടെ ആക്രമണം ആരംഭിക്കുന്നത്. 8ഓളം ആളുകൾ കടുവയുടെ ആക്രമണത്തിൽ മാത്രം മരണപ്പെട്ട ജില്ലയാണ്. ഏറ്റവും അവസാനത്തതാണ് ഇപ്പൊ രാധ, പ്രജീഷ് ഉണ്ട്, ബസവയുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഇതൊരു വലിയ പ്രതിസന്ധിയാണ് മലയോര മേഖലയിൽ. അതിനൊരു ഗൗരവത്തിൽ എനിക്ക് ആ മന്ത്രി, വനം വകുപ്പ് മന്ത്രി ഇന്ന് പറഞ്ഞ ഒരു നിലപാട് എന്താണ്? ആദ്യം ഫോറസ്റ്റിൽ നിന്നാണ് കടുവ ആക്രമിച്ചതെന്നാണ്. ആക്രമിച്ച സ്ഥലത്ത് നിന്ന് മൃതദേഹം വലിച്ചു കൊണ്ടുപോയതാണ് അങ്ങോട്ട്. അതുപോലും വ്യക്തമായി അറിയാതെയാണ് അദ്ദേഹം പറയുന്നത് ഈ ഫോറസ്റ്റിനകത്തു നിന്നാണ് ആക്രമണം ഉണ്ടായത്. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് അങ്ങ് രക്ഷപ്പെട്ടു പോയാൽ ഈ വിഷയം അവസാനിക്കുന്നു കരുതരുത്. ഇത് ജനങ്ങളുടെ നിലനിൽപ്പിന്റെ വിഷയമാണ്, പ്രത്യേകിച്ച് മലയോര മേഖലയിൽ. ഇതിനൊരു സീരിയസ് ആയി അപ്രോച്ച് ചെയ്ത് ചില തീരുമാനങ്ങൾ എടുത്ത് അത് ഇംപ്ലിമെന്റ് ചെയ്ത്, അതിന് ഫണ്ട് വേണ്ട സ്ഥലത്ത് ഫണ്ട് വേണം, ഇടപെടൽ വേണ്ട സ്ഥലത്ത് ഇടപെടൽ വേണ്ട, തിരുത്തൽ വേണ്ട സ്ഥലത്ത് തിരുത്തൽ വേണം. പക്ഷെ അതിനുള്ളൊരു ഗൗരവമായ ഇടപെടൽ പല ഘട്ടത്തിലും സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നില്ല എന്നുള്ളത് ഖേദകരമായ കാര്യമാണ്. ഓക്കെ, രാംദാസ്, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കേൾക്കാമോ രാംദാസ്? കേൾക്കാമോ? കേൾക്കാം. യെസ്, എന്താണ് കാതലായ പ്രശ്നം? നമുക്ക് എങ്ങനെ ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റും? അനിൽ, ഞാനിപ്പോ ഇവിടെ ഷംസാദ് മരക്കാരും അക്സറും ഷോണൊക്കെ സംസാരിക്കുന്നത് കേട്ടു.
യഥാർത്ഥത്തിൽ ഇത്ര വളരെ ഗൗരവമുള്ള ഒരു വിഷയമായിട്ടും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് അതിന് അർഹമായ ഈ വിഷയത്തിൽ, അത് വയനാട്ടിന്റെ മാത്രം പ്രശ്നമല്ല, കേരളത്തിൽ ആകെ തന്നെ ഈ പ്രശ്നം നിലവിലുണ്ട്, മാൻ അനിമൽ കോൺഫ്ലിക്ട് നിലവിലുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. ഈ റിയാലിറ്റിയെ അഡ്രസ് ചെയ്യാൻ കേരളത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയും തയ്യാറായില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സങ്കടകരമായ കാര്യം. ഓരോ കാലത്തും ഓരോരുടെ ഭരണസമയത്ത് അവർ ഭരണത്തിലിരിക്കുന്ന ആളുകളെ എതിർക്കുന്ന പ്രതിപക്ഷം തിരിച്ചുണ്ടാവുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് ഈ പ്രശ്നത്തെ ശാശ്വതമായി പരിഹരിക്കാൻ ഒതുങ്ങുന്ന ഒരു കാര്യവും കഴിഞ്ഞ ഏതായാലും ഇപ്പൊ ഷംസാദ് പറഞ്ഞ അനുസരിച്ചാണെങ്കിൽ 2015 ശേഷം ഏതാണ്ട് 10 വർഷത്തോളായി ഈ കടുവയുടെ ആക്രമണം മാത്രം നടന്നിട്ട്, അല്ലെ കടുവകൾ നാട്ടിൽ ഇറങ്ങുന്ന പ്രശ്നം ഉണ്ടായിട്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്ത് പരിഗണനയാണ് ഈ നമ്മൾ ഭരിക്കുന്ന സർക്കാരുകൾ ഈ പാവ മനുഷ്യന്മാരുടെ, ഈ പൗരന്മാരുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ വേണ്ടി നൽകുന്നത്. അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വന്യജീവികളുടെ പ്രശ്നവും. യഥാർത്ഥത്തിൽ രണ്ടും ഇരകളാണ്. യഥാർത്ഥത്തിൽ മനുഷ്യനും ഇരയാണ്, വന്യജീവികളും ഇരയാണ്. നിങ്ങൾ ആലോചിച്ചു, കേരളത്തിന്റെ സാമ്പത്തിക അല്ലെങ്കിൽ വികസന കാര്യങ്ങൾ എവിടെയാണ് തീരുമാനിക്കപ്പെടുന്നത്? നിങ്ങൾ ആലോചിച്ചു, 1 ലക്ഷം കോടി രൂപയുടെ കേരളയിലെ കുറിച്ച് സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഹൈവേ വികസനത്തെ കുറിച്ച് ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികളാണ് നമ്മുടെ മുന്നിൽ ഓരോ ദിവസവും അവതരിപ്പിക്കുന്നത്. എവിടെയാണ് കർഷകന്റെ പ്രശ്നം ഡിസ്കസ് ചെയ്യുന്നത്? എവിടെയാണ് ഈ പ്രശ്നം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കേരളത്തിന്റെ ഈ വളരെ ഗുരുതരമായ പ്രശ്നത്തിൽ അതായത് എത്രമാത്രം പരിഗണന നൽകിയിട്ടുണ്ട്. ഇതൊരു റിയാലിറ്റിയാണ്. നമ്മളെ വയനാട് പോലുള്ള സ്ഥലത്ത് മലയോര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന മനുഷ്യരുള്ള ഇടങ്ങളിൽ കൃഷി ചെയ്യാൻ വയ്യ. മനുഷ്യർ വല്ലാത്ത ട്രാപ്പിലാണ്. ഇതേ അവസ്ഥയിലാണ് വന്യജീവികളും. എന്തുകൊണ്ടാണ് കാടിന്റെ ഉള്ളിലുള്ള ഈ കാട് ഒരു സുരക്ഷിതമായി വന്യജീവികളുടെ സുരക്ഷിത കേന്ദ്രമായി മാറാത്തത്? അത് മാറ്റിയെടുക്കുന്നതിന് ഉചിതമായിട്ടുള്ള നടപടികൾ എന്തുകൊണ്ട് എടുക്കുന്നില്ല? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇത് ലോകത്തിൽ മുഴുവനും ഈ മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ഉണ്ട്. നമുക്കറിയാം അതിന്റെ ചരിത്രമൊക്കെ. ഈ ചരിത്രം ഉണ്ടായിരിക്കുമ്പോൾ തന്നെ ആ രാജ്യങ്ങളിലൊക്കെ ഇത് പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിനേക്കാൾ കൂടുതൽ വനമുള്ള പ്രദേശങ്ങളില്ലേ? അപ്പൊ എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതിനെ കുറിച്ച് കൃത്യമായി പഠിക്കാൻ പോലും നമ്മൾ തയ്യാറായിട്ടില്ല. നമ്മൾ അപ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യം ഇപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ വലിയ തോതിൽ മൃഗങ്ങൾ കാട്ടിന് പുറത്തേക്ക് വരുന്ന ഇടമാണ്. കാരണം ഈ പറയുന്ന ഷോൺ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ അതിനേക്കാൾ രൂക്ഷമാണ് വയനാട്ടിലെ പ്രശ്നം. നമ്മളുടെ തലതിരിഞ്ഞ വനവൽക്കരണ ശ്രമങ്ങൾ വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ സെന്ന എന്ന് പറയുന്ന സാധനം വയനാട്ടിൽ വരുന്നത് ഏതാണ്ട് വയനാട് വന്യജീവി സംഘത്തിന്റെ 17% സ്ഥലത്ത് സെന്ന വന്നിട്ടുണ്ടെന്നാ. പക്ഷെ അത് എല്ലാവർക്കും അറിയാതെ ഈ സെന്ന വന്നതിന്റെ കഥ പോലും നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ഒരു പരിഗണനയും ഇല്ലാതെ, ഒരു ശ്രദ്ധയും ഇല്ലാതെ ആരോ ചെയ്ത ചില കാര്യങ്ങളുടെ ഭാഗമായിട്ടാണ് വന്യദേശത്തുള്ള ഒരു ചെടി ഇവിടെ വന്നിട്ട് നമ്മുടെ നാടിനെ മുഴുവൻ കീഴടക്കും. അതിന്റെ ഭാഗമായി മാത്രം കാട്ടിലുണ്ടാകുന്ന ഒരു പ്രഷറുണ്ട്. ഈ ചെറിയ വന്യജീവികളെ ഈ പറയുന്ന മാനിന്റെ അതുപോലെ തന്നെ മറ്റു കുറെ ജീവികളുണ്ട്. അതിന് ഈ പുല്ല് ഭക്ഷിക്കുന്ന അതിന്റെ മുഴുവൻ പുല്ലിന്റെ സ്രോതസ് മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. കൃഷിക്കാരെന്താ ചെയ്യാ? ഇവിടെ യഥാർത്ഥത്തിൽ പരിഹരിക്കേണ്ട വിഷയം എന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ഇത് പരിഹരിക്കേണ്ട ഇതൊരു പ്രശ്നമാണെന്നും ഇത് വളരെ ഗൗരവത്തിലുള്ള വിഷയമാണെന്നും അത് മനസ്സിലാക്കിയിട്ട് അതിനുതകുന്ന പരിപാടികൾ കേരളത്തിലെ വന്യജീവി ഈ വനം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന്റെ വ്യാപ്തി എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പോലും നമ്മൾ ഗവൺമെന്റുകൾ തയ്യാറാവുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഓരോ വിഷയം ഉണ്ടാകുമ്പോൾ അവിടെ വരുന്നു. ഇപ്പൊ ഞാൻ പറയാം, ഒരു കടുവയെ വെടിവെച്ച് വന്നാൽ തീരുന്ന പ്രശ്നമാണോ അത്? എങ്ങനെയാണ് നമ്മളിത് ഇത്ര ബാലിശമായിട്ട് ഈ കാര്യങ്ങളെ കാണാൻ പറയാം? ഈ കള്ളിങ് എന്ന് ഈ ഭൂമിയിലുള്ള ജീവികളെ കൊന്നൊടുക്കിയിട്ട് എന്ത് പ്രശ്നമാണ് സാർ പരിഹരിക്കപ്പെടുന്നത്? ആരാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇങ്ങനെ അതായത് നമ്മളെ ഭരിക്കാൻ പോകുന്ന ആളുകളാണ് പറയുന്നത്. ഈ കള്ളിങ് എന്ന് പറയുന്ന സ്ഥാനത്താൽ അത് എങ്ങനെയാണ്? നമ്മളിതിന്റെ ഒരു സ്റ്റാറ്റിക്സ് നമ്മളെ കയ്യിലുണ്ടോ? നമ്മൾ എന്ത് ശാസ്ത്രീയ നിഗമനം വെച്ചിട്ടാണ് ഒരു ജീവിയെ കൊല്ലണമെന്ന് നമ്മൾ പറയുന്നത്? ഈ പറയുന്ന നമുക്കറിയാം, വയനാട്ടിലേക്കുള്ള വയനാട്ടിലെ കാടുകളിൽ മാത്രമല്ല, വയനാട്ടിലും വലിയ തോതിൽ പ്രതിസന്ധി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മളുടെ ചൂരൽമല ഉരുൾപൊട്ടലുണ്ടായില്ലേ? 5 മാസം കഴിഞ്ഞു. നമ്മൾ എന്താണ് അവിടെ നമ്മൾ സ്വീകരിച്ചിരിക്കുന്നത്? ഇതേ സമീപനം തന്നെയാണ്. നമുക്ക് പണമില്ല എന്ന് പറയുന്നു, പക്ഷെ പണം മറ്റിടങ്ങളിൽ ചെലവഴിക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്നില്ലേ? ലക്ഷം കോടിക്കണക്കിന് രൂപയുടെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുന്നില്ലേ? എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള അതായത് മനുഷ്യരുടെ ജീവനെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ എന്തുകൊണ്ട് ഇടപെടാൻ കഴിയുന്നില്ല? സാർ, ഇവിടെയാണ് നമ്മൾ പറയുക. ഇപ്പൊ ജില്ലാ പഞ്ചായത്തിന്റെ കാര്യം, ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ ഈ പറയുന്ന പദ്ധതി വിഹിതമാണ് സാങ്കേതികമായ കാര്യത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. എത്ര ശതമാനം പണം വയനാട്ടിലെ ജില്ലയിൽ ഇതിനു വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ചെലവഴിച്ചിട്ടുണ്ട്? സ്വയം വിലയിരുത്താൻ തയ്യാറാവണ്ടേ? ഇത് ഞാൻ പറഞ്ഞത് വയനാട് ജില്ലയിൽ അനുവദിച്ച് കിട്ടുന്ന പണത്തിന്റെ മാത്രം കണക്കല്ല, അല്ലെങ്കിൽ അവിടുത്തെ ഭരണക്രമത്തിന്റെ മാത്രം. ഇതൊരു റിയാലിറ്റിയാണ് സാർ. വയനാട്ടിലെ ഏതാണ്ട് 24 പഞ്ചായത്തുകളിൽ മുഴുവൻ പഞ്ചായത്തും 1-2 പഞ്ചായത്തുകൾ മാത്രമാണ് വനത്തിൽ, അതായത് കാടുമായിട്ട് ബന്ധമില്ലാതെ നിൽക്കുന്നത്. അവിടെ അല്ലാതെ ബാക്കി എല്ലാ ഇടങ്ങളിലും ഈ പ്രശ്നമുണ്ട്.
ഇത് എന്തുകൊണ്ടാണ് ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും നമുക്ക് തയ്യാറില്ല. നമ്മൾ ചെലവഴിക്കുന്ന പണം ഇത്ര പണം ചെലവഴിച്ചാൽ മതിയോ? എത്ര പണമാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മളൊരു ആനയെ ഈ പറയുന്ന നാട്ടിലിറങ്ങുന്ന ഒരു ആനയെ തിരിച്ച് കാട്ടിലെത്തിക്കാൻ ചെലവഴിക്കുന്നത് പണം എത്രയാണ്? ഈ പണം ചെലവഴിക്കുന്നതിന് പകരം അത് വരാതിരിക്കാനുള്ള ശ്രമം എന്തുകൊണ്ട് നമുക്ക് നടത്തിക്കൂടാ? കാടിനുള്ളിൽ നടത്തുന്ന ആലോചിച്ച് നോക്കൂ. ഈ പറയുന്ന നമ്മൾ ഒരുപാട് ഇപ്പൊ വയനാട്ടിൽ ഈ വന്യജീവി സങ്കേതത്തിനകത്തെ ഈ പറയുന്ന ഏക ഇന തോട്ടങ്ങളുണ്ട്. ഈ തോട്ടങ്ങൾ വെട്ടിമാറ്റണം എന്നുള്ള വലിയ ആവശ്യങ്ങൾ നമ്മളെ ഭരണകക്ഷി ഉൾപ്പെടെയുള്ള ആളുകൾ നടത്തുന്നുണ്ട്. ഇപ്പൊ CPM-ന്റെ ഒക്കെ വലിയ പ്രകടനം, വലിയ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്, സമരം നടത്തപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്? ആരാണ് ഇവിടെ പ്രതിയോഗികൾ? ആർക്കാണ് ഇതിന് വിയോജിപ്പുള്ളത്? ഈ പറയുന്ന നമ്മൾ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഭരണത്തിലുള്ളതും അല്ലാത്തതുമായ മുഴുവൻ രാഷ്ട്രീയ പാർട്ടികൾ ഒരേ അഭിപ്രായമാണുള്ളത്. പക്ഷെ എന്നിട്ട് എന്താണ് ഇത് നടക്കാതെ പോകുന്നത്? അപ്പോൾ നമ്മളെ പരിഗണന ഇവിടെയൊന്നുമല്ല. നമ്മളെ പരിഗണന എന്നാൽ ഈ പാവപ്പെട്ട കർഷകന്റെ, ഈ നാട്ടിലെ ഏറ്റവും അടിസ്ഥാന വർഗത്തിലുള്ള ഏറ്റവും പാവപ്പെട്ട മനുഷ്യന്റെ, കർഷകന്റെ, അതുപോലെ തന്നെയാണ് യഥാർത്ഥത്തിൽ വന്യജീവികളുടെ ജീവന് ഒരു വിലയുമില്ല. ഇത് പരസ്പരം തർക്കിച്ചും അതായത് പരസ്പരം സംഘർഷത്തിൽ ഏർപ്പെട്ട് ഇല്ലാതാവട്ടെ എന്ന് പറയുന്ന ക്രൂരമായിട്ടുള്ള ഒരു നിസ്സംഗതയാണ് യഥാർത്ഥത്തിൽ എല്ലായിടത്തും കാണുന്നത്. പാവപ്പെട്ട മനുഷ്യനാണ് സാർ ഇതിന് ഇരയാവുന്നത്. അതെ ശരിയാണ്, 100% ശരിയാണ്. താങ്കൾ യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു. ഞാനിതാ സ്റ്റാലിൻ അഗസ്റ്റിനിലേക്ക് കൂടി പോവുകയാണ്. പരിസ്ഥിതി പ്രവർത്തകനാണ് ശ്രീ സ്റ്റാലിൻ അഗസ്റ്റിൻ. ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് താങ്കൾ നോക്കിക്കാണുന്നത്? ഈ വിഷയം അതീവ ഗൗരവത്തിലാണ്. ഇത് 1-2 ദിവസം കൊണ്ട് ഉണ്ടായതല്ല. എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾ കൂടി സ്വരുക്കൂട്ടിയെടുത്ത ഒരു വിഷയങ്ങളാണ് ഇതെല്ലാം. നമുക്കിവിടെ നിയമങ്ങളോ ചട്ടങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല, അത് വേണ്ട രീതിയിൽ ഉപയോഗിക്കാനോ അത് മനസ്സിലാക്കാനോ ഉള്ള അധികാരികളോ ഉദ്യോഗസ്ഥന്മാരോ നമുക്കില്ലാതെ പോയതാണ് നമ്മൾ ഇന്ന് നേരിടുന്ന, പുതിയ തലമുറ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി. ഇപ്പോൾ 1972 ആക്ടിനെ കുറിച്ച് എല്ലാവരും പറയാറുണ്ട്. അതിനകത്ത് സെക്ഷൻ 11 പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് നടപ്പാക്കേണ്ട ആളുകൾ എന്തുകൊണ്ട് അത് നടപ്പാക്കുന്നില്ല? ഇപ്പൊ കഴിഞ്ഞ വർഷം ഏകദേശം എനിക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് കേന്ദ്രമന്ത്രി ഭൂപേന്ദ്ര യാദവ് സാറിന് നമ്മളൊരു കത്തയക്കുകയാണ്. വയനാടിന്റെ കൃത്യമായ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായ ബോധ്യമുള്ളത് കൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു 11 ഗൈഡ് ലൈൻസ് തയ്യാറാക്കി അദ്ദേഹത്തിന് അയക്കുകയാണ്. ഒരാഴ്ചക്കുള്ളിൽ തന്നെ അത് ബാംഗ്ലൂരിലേക്ക് അയച്ചു. ബാംഗ്ലൂർ റീജിയണിൽ നിന്ന് അത് കൃത്യമായിട്ട് നമ്പറിട്ട് അത് ചീഫ് സെക്രട്ടറിക്ക്, വൈൽഡ് ലൈഫ് ചീഫ് സെക്രട്ടറിക്കും ഈ കത്ത് അയച്ച ആളുകൾക്കും അതുമായിട്ട് ബന്ധപ്പെട്ടും മറുപടി കൃത്യമായിട്ട് കിട്ടുകയാണ്. അത് തിരിച്ച് അവർ കേരളത്തിലേക്ക് അയച്ചു. ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഫോറസ്റ്റിന് അയച്ചു കൊടുക്കുകയാണ്. ഇതിന്റെ ബാക്കി നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞ ആഴ്ച വരെ നമ്മളത് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവർക്ക് ആ ഫയൽ നമ്പർ തപ്പിപ്പിടിച്ച് അത് വേണ്ട രീതിയിൽ എന്ത് ചെയ്യണം എന്ന് പോലും ഇവർക്കറിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു പ്രശ്നം, ഇങ്ങനെ ഇത്രയും നിരുത്തരവാദപരമായ കാര്യങ്ങളാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ളത്. പിന്നെ വന്യജീവി പ്രശ്നത്തിന്റെ ഒരു കാരണം വനം വകുപ്പോ വനവും മാത്രമല്ല. വനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം അത് മുഴുവനും സെന്നയാണ്. മഞ്ഞക്കൊന്ന എന്ന് പറയുന്ന സാധനം അത് നട്ടു വളർത്തി നാട് മുഴുവനാക്കി. അത് കാട്ടിൽ മാത്രമല്ലാതെ നാട്ടിലേക്കുമായിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ലണ്ടാന എന്ന് പറയുന്ന, അതായത് കൊങ്ങിണി, അരിപ്പു എന്നൊക്കെ പറയുന്ന സാധനവും കാട് മുഴുവനാണ്. ഈ 2 സസ്യങ്ങളും കാടിനെ കീഴടക്കി കഴിഞ്ഞു. അവിടെ മൃഗങ്ങൾക്ക് തീറ്റയില്ല, വെള്ളമില്ല, അതിന് കാഴ്ചയില്ല, അങ്ങനെ നിരവധി പ്രശ്നങ്ങളുണ്ട്. ഇത് കാട് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് തേക്കും തോട്ടങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ വൈൽഡ് ലൈഫ് എന്ന് പറയുന്നു, നിത്യഹരിത വനങ്ങൾ എന്നൊക്കെ പറയുന്നു, സൗത്ത് വയനാട് എന്ന് പറയുന്നു, നോർത്ത് വയനാട് എന്ന് പറയുന്നു, വളരെ ചുരുങ്ങിയ ഒരു ഭാഗം മാത്രമേ ഫോറസ്റ്റ് നിന്ന് നമ്മൾക്ക് പച്ചപ്പുള്ള ഫോറസ്റ്റ് ഉള്ളൂ. ബാക്കിയൊന്നും ഫോറസ്റ്റ് അല്ല, അത് പ്ലാന്റേഷൻ ആണ്. അപ്പൊ ഇത്രയും ഇത് കാലാകാലങ്ങളായിട്ട് പരിചരിക്കുന്നു എന്ന് പറയുന്നു. കോടാനുകോടിക്കണക്കിന്, എനിക്ക് തോന്നുന്നു ഭൂമിനെ ഒരു 4 തവണ ചുറ്റി വരേണ്ട അത്രയും ട്രെഞ്ച് വയനാട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ട്രെഞ്ച് എന്ന് പറയുന്നത് തീർത്തും അശാസ്ത്രീയമാണ്. മഞ്ഞക്കൊന്ന പറിക്കൽ എന്ന് പറയുന്നത് തീർത്തും അശാസ്ത്രീയമായിട്ട് അത് പറിച്ചു മാറ്റാൻ പറ്റാത്തൊരു സാധനമാണ്. അപ്പൊ ഇതിനൊക്കെ വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സമയത്ത് ഉണ്ടാകുമ്പോൾ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലഹിക്കുന്നു, കുറെ വാർത്തകൾ വരുന്നു, കുറെ ആളുകൾ കരയുന്നു, കുറെ ആളുകൾക്ക് കാര്യങ്ങൾ നഷ്ടപ്പെടുന്നു. അല്ലാതെ കാര്യമാത്ര പ്രസക്തമായ ഒരു കാര്യങ്ങളും ചെയ്യുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവരെ അനങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇതാണ് ഇതിലെ ഒരു പ്രശ്നം, കാര്യമായിട്ടുള്ള ഒരു പ്രശ്നം. അതേപോലെ തന്നെ 80കളുടെ അവസാനം വരെ വയനാടിന്റെ 1 സെന്റ് സ്ഥലം പോലും തരിശായിട്ട് കിടക്കോ ആയിരുന്നില്ല. എല്ലാം ഫുൾ ആയിട്ടും കൃഷി ചെയ്തിരുന്നു. അന്ന് പരിമിതമായ സാഹചര്യങ്ങളേ ഉള്ളൂ. അന്ന് കറണ്ടില്ല, ഇന്നത്തെ പോലെ ടെക്നോളജി ഇല്ല, മറ്റു മെഷീനറികൾ ഒന്നുമില്ല. എങ്കിലും ആളുകൾ 1 സെന്റ് സ്ഥലം പോലും
ഏകദേശം 60കളിലെ 39,000 ഹെക്ടർ നെൽവയൽ ഉണ്ടായിരുന്നു വയനാട്ടിൽ. ഇന്നത് 4,000 ചുരുങ്ങി. അപ്പോ ഈ ബയോഡൈവേഴ്സിറ്റി വളരെ വലിയ രീതിയിൽ നശിച്ചിട്ടുണ്ട്. കാടിന് പുറത്തുള്ള കൃഷിസ്ഥലങ്ങളിൽ അന്ന് കൃഷി ചെയ്തിരുന്നു, ആളുണ്ടായിരുന്നു, എപ്പോഴും കാവലുണ്ടായിരുന്നു, പലതരത്തിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വന്യമൃഗങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് ഈ സ്ഥലങ്ങൾ മുഴുവൻ കാട് പിടിച്ചു പോയി. കാരണം എല്ലാവരും കൃഷി ഉപേക്ഷിച്ചു. അപ്പോൾ ഈ കൃഷി ഉപേക്ഷിക്കാനുള്ള കാരണം എന്താണെന്ന് അറിയാം. ഒന്ന് വിളനാശം, ഇങ്ങനെ ഓരോരോ വില കിട്ടാതെ വരുന്ന പ്രശ്നങ്ങൾ കൊണ്ടാണ് എല്ലാവരും ഇത് ഉപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത് ദൂരവ്യാപകമായിട്ട് കൃഷി ഉപേക്ഷിക്കുമ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ജൈവ വൈവിധ്യം നശിച്ചു പോകും എന്ന് മനസ്സിലാക്കി ഉത്തരവാദപ്പെട്ട ആളുകൾ അതിന് വേണ്ട നടപടി എടുക്കണമായിരുന്നു. പകരം ഇവിടെ കൃഷി ഉപേക്ഷിച്ച് ഈ നാട് വിട്ട് എല്ലാവരും പോവുകയാണ്. ഇന്ന് ഈ നാട് സംരക്ഷിക്കാൻ അതിന്റെ ഉടമകളായിട്ട് ആരുമില്ല. അങ്ങനെ ഒരു വലിയ ഒരു ദുർഗതിയിലേക്ക് പോയിരിക്കുകയാണ്. അപ്പൊ എന്തുകൊണ്ട് ഈ പറയുന്ന ഭരണ സംവിധാനങ്ങൾ ഇത് കണ്ടില്ല എന്ന് നടിച്ചു? അപ്പൊ അതുകൊണ്ട് കാടിന് പുറത്ത് ഇങ്ങനെ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങൾ മുഴുവൻ കാടായി. അവിടെ മാനും പന്നിയും ഈ കടുവയെല്ലാം വന്ന് പെറ്റു വരികയാണ്. അപ്പൊ കാടിന് വെളിയിലും ഉണ്ട് ഇതേപോലെ തന്നെ കാടിൽ മാത്രം പെറ്റു വളർന്നിരുന്ന കടുവകൾ ഇന്നിപ്പോ വയനാടിന്റെ തൊവരിമല, പിന്നെ ബീനാച്ചി എസ്റ്റേറ്റ്, ഇങ്ങനെയെല്ലാം അവിടെ കടുവ പെറ്റു വളരുകയാണ്. അപ്പൊ കാട്ടിലെ കടുവ, നാട്ടിലെ കടുവ, അങ്ങനെ രണ്ടു തരത്തിലായി. നാട്ടിലെ കടുവേനെ ഒരിക്കലും അത് കാട്ടിലേക്ക് കയറ്റില്ല. അപ്പോൾ നമ്മുടെ നിലവിലുള്ള ഇങ്ങനെ വളരെ വളരെ സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് ഇവിടെ ഉള്ളത്. ഇത് പഠിച്ച് അല്ല, ഇന്നിപ്പോ രാധയെ കടിച്ചു കൊന്ന കടുവയെ വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് പ്രശ്നം തീരുവോ? ഒരിക്കലും തീരില്ല. കാരണം ആ കടുവ ഇനി എതിരേലും പോവും. ഇതിനു മുമ്പ് വെടിവെച്ച് കൊല്ലാൻ ഉത്തരവിട്ടിരുന്ന കടുവ അതിനെ നാളെ കാടില്ലാന്നേ പറയുള്ളൂ. കുറച്ച് ദിവസം അതിന്റെ പുറകെ ആളുകൾ വെടിക്കോപ്പായിട്ട് നടക്കും. പക്ഷെ അതിനെ കിട്ടില്ല. അപ്പൊ ഇത് തൽക്കാലം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇങ്ങനെ ഒരു കടുവയെ വെടിവെച്ച് കൊന്നതുകൊണ്ടോ ഒരു ആനയെ വെടിവെച്ചതുകൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമല്ല. എത്ര എണ്ണത്തിന് ഇനിയിപ്പം വേനൽ തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. വലിയ പ്രശ്നങ്ങളാണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇങ്ങനെ കുറച്ച് വെടിവെച്ച് കൊന്നതുകൊണ്ടല്ല ഈ പ്രശ്നം തീരുക. വയനാടിന്റെ ആവാസ വ്യവസ്ഥ വലിയ രീതിയിൽ നഷ്ടപ്പെട്ടിരിക്കുന്നു. അത് കൃഷി ഇല്ലാത്തതുകൊണ്ട് മാത്രമാണ് അത് പോയത്. അപ്പൊ കൃഷിയെ തിരിച്ചു കൊണ്ടുവരണം. അതേപോലെ തന്നെ തരിച്ചു കിടക്കുന്ന സ്ഥലങ്ങളെ മുഴുവൻ കൃഷിയോഗ്യമാക്കണം. അതിനെന്താണ്? കർഷകർക്ക് നല്ല വില കൊടുക്കണം. കർഷകര് ഇപ്പൊ വലിയ രീതിയിൽ കൃഷി ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്. കൃഷി മേഖലയിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ ഒരു സംവിധാനങ്ങളും ഇല്ല. ഒരു സംവിധാനങ്ങളും കൊയ്ത്തുമതി യന്ത്രം പോലും കിട്ടാനില്ലാത്ത കാട് പിടിച്ച് തുരുമ്പ് പിടിച്ച് പോവുകയാണതല്ല. അപ്പൊ ഇങ്ങനെ ഇതിന് ഒരാളെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ അതെന്താണ് ബയോഗ്യാസ് ആണെന്ന് ചോദിക്കുന്ന വലിയ വലിയ സ്ഥാനത്തിരിക്കുന്ന അധികാരികളാണ് നമുക്കുള്ളത്. ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? ചൂരൽമല ദുരന്തം ഉണ്ടാകുന്നതിന് മുമ്പും ഈ പറയുന്ന 2022 DDMന്റെ ആക്ട് ഉണ്ട്. ആ ആക്ട് നടപ്പാക്കാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ആരൊക്കെ എങ്ങനെയൊക്കെ നടപ്പാക്കണമെന്ന് DDMന്റെ ഉത്തരവായിട്ട് ഇറക്കിയിട്ടുണ്ട്. ഞാൻ പല പ്രമുഖ ആളുകളോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരെല്ലാം അവർക്ക് ഒന്നും നേരമില്ലൊന്നും കേൾക്കാൻ. പിന്നെ TV-യിൽ വന്നിരുന്നു, അല്ലെങ്കിൽ അല്ലാത്ത സമയങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ച് ഘോരമായിട്ട് പ്രസംഗിക്കാൻ ആളുകളുണ്ട്, രാഷ്ട്രീയ ചർച്ചകൾ നടത്താൻ ആളുകളുണ്ട്. ഇത് ചെയ്യാൻ ഒരൊറ്റ ആളുമില്ല. എന്തുകൊണ്ട് ഇവർക്ക് ഇത് പഠിച്ചുകൂടാ? ഇവർക്കൊക്കെ അധികാരം ജനങ്ങൾ കൊടുക്കുകയാണ്. ജനങ്ങൾക്ക് ഇതിന് നടക്കാൻ പറ്റാത്ത കൊണ്ടാണല്ലോ അധികാരികളെ ഏൽപ്പിക്കുന്നത്, തെരഞ്ഞെടുത്ത അധികാരികളെ ഏൽപ്പിക്കുന്നു. ഇവർക്ക് ഇതിനൊന്നും നേരമില്ല. ഈ ചായ കുടിയും പഴംപൊരിയും മീറ്റിംഗ് എന്തിനാണ് ഇങ്ങനെ സമയം കളയുന്നത്? ഇത് അതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടുത്തെ പുതിയ തലമുറ ഇവിടെ ജീവിക്കാൻ പറ്റാതെ ഇവിടുന്ന് നാട് വിട്ടു പോകേണ്ട ഒരു അവസ്ഥയാണ്. നേരത്തെ പറഞ്ഞാൽ കാട്ടിൽ മൃഗങ്ങൾക്കും ജീവിക്കാൻ പറ്റുന്നില്ല, നാട്ടിൽ മനുഷ്യനും ജീവിക്കാൻ പറ്റുന്നില്ല. ഇത് വളരെ നിരുത്തരവാദപരമായ ഉത്തരവാദപ്പെട്ട ആളുകളുടെ സമീപനം കൊണ്ട് മാത്രം സംഭവിച്ചതാണ്. ഇത് നേരിടണമെങ്കിൽ ഇത് വലിയൊരു വലയിലെ കുടുക്ക് അഴിച്ചെടുക്കുന്നത് പോലെ അഴിച്ചെടുക്കണം. ഇതിന് വളരെ കൃത്യമായിട്ട് 11 ഗൈഡ് ലൈൻ തയ്യാറാക്കി നമ്മൾ അയച്ചിരുന്നു. ഒരു ചർച്ചയ്ക്ക് പോലും ഒരാൾ പോലും വിളിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാവുന്ന ആളുകളുണ്ടാവും. അവർക്ക് പോലും ഇപ്പൊ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മളൊരു പുതിയ ആളെ പോസ്റ്റ് ചെയ്തിരുന്നു. ഒരു IFS ഉദ്യോഗസ്ഥനെ പോസ്റ്റ് ചെയ്തു. ഇവിടുത്തെ പ്രശ്നങ്ങൾ ആ ആളെ പിന്നെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു ഇത്രയും വലിയ സീരിയസ് ആയ ഒരു വിഷയത്തെ ഇത്ര ലാഘവത്തോടു കൂടി കാണുന്ന ഒരു സംവിധാനമാണ് നമുക്കുള്ളത്? അതെ, വീഴ്ച വരുത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവണം. മാത്രമല്ല, താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 11 നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങളിൽ വളരെ സജീവമായിട്ട് ഉള്ള ചർച്ച നടക്കണം. അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടത് കൃത്യസമയത്ത് തന്നെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതുമാത്രമല്ല, നേരത്തെ ശ്രീ സംഷാദ് പറഞ്ഞതുപോലെ ഇതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഡിസംബർ, ജനുവരി, ഫെബ്രുവരി മാസങ്ങളിൽ ഈ വന്യജീവി ആക്രമണം ഉണ്ടാകും. അതിൻ്റെ ആ തോത് കൂടുമെന്ന് അറിയാം. പക്ഷേ എന്തുകൊണ്ട് മുൻകരുതലുകൾ സ്വീകരിച്ചില്ല എന്നുള്ളതാണ്. അഡ്വക്കേറ്റ് അസ്കർ, ഇപ്പോൾ ആളുകളുടെ അല്ലെങ്കിൽ വയനാട്ടിലെ ജനതയുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം കോപ്രായങ്ങൾ പോരാ. ഇപ്പോൾ രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മന്ത്രി OR കേളു വീട്ടിലെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം തീരുമോ?
നോക്കൂ, ഇത് അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാംദാസ് പറഞ്ഞതും സ്റ്റാലിൻ പറഞ്ഞതും ഏകദേശം ഒരേ കാര്യങ്ങളാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ വയനാടൻ ജനത അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം കൊണ്ട് അവർക്കുണ്ടാകുന്ന കെടുതികൾ, അത് എങ്ങനെ അതിനെ നേരിടണം എന്ന് കൃത്യമായി അതിനൊരു പദ്ധതി എന്തുകൊണ്ട് ആവിഷ്കരിക്കുന്നില്ല? ഭരണകൂടത്തിന് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. നോക്കൂ, കേരളത്തിലെ IFS ഉദ്യോഗസ്ഥർ അവർ സുഖിമാന്മാരായിട്ട് ഇരിക്കുകയാണ്, പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവരെയെങ്കിലും ഉത്തരവാദപ്പെട്ട 1-2 പേരെയെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ലേ ഇത്? ഒരു പ്രശ്നവും പരിഹാരമില്ലാതെ കിടക്കുന്നില്ല. പക്ഷേ ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ഭരണകൂടമാണ്. അതല്ലേ വേണ്ടത് അഡ്വക്കേറ്റ് അസ്കർ? അന്നത്തെ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്, നമ്മളൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. മറിച്ച് ഇതിനെ എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും? ഉദാഹരണത്തിന്, കേരളത്തിൽ വലിയ തോതിൽ വനവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള സോഷ്യൽ ഫോറസ്ട്രി വലിയൊരു പരാജയമായിരുന്നു തുറന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഇപ്പൊ വയനാടിനെ തന്നെ വന്നിട്ടുള്ള കൊന്നയുടെ സംഭവങ്ങളൊക്കെ തന്നെ അനുഭവസ്ഥരും ഈ ഗോൾഡൻ കൊന്ന അല്ല, ഇത് ആര് നിർദ്ദേശിച്ചാലും ഇപ്പൊ അക്കേഷ്യ മരങ്ങൾ വ്യാപകമായി നാം സോഷ്യൽ ഒരു കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അതായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്താതെയും അശാസ്ത്രീയമായിട്ടുള്ള വനവൽക്കരണം നടത്തിയത് മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് ഒരു വശത്ത്. മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന മാത്രം പ്രതിസന്ധിയല്ല, കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ ഭക്ഷണ ലഭ്യത കുറവ്. എന്തുകൊണ്ട് വനങ്ങൾക്കുള്ളിൽ ഭക്ഷണ ലഭ്യത? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മനുഷ്യനും പ്രകൃതിയുമായി നടത്തുന്ന വലിയ യുദ്ധത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇതിനെ പരിഹരിച്ചേ മതിയാകൂ. ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? ആ പഠനങ്ങൾ എങ്ങനെയൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അല്ലാതെ ഈ വന്യജീവികൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല, സ്വാഭാവികമായിട്ടും അവർ ഇരതേടി നാട്ടിലേക്ക് വരുന്നു, അല്ലേ? മാത്രമല്ല, ഇവിടെ വനം കയ്യേറ്റം അതുകൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ? നിശ്ചയമായി അതുകൊണ്ട് ഈ വനം കടന്നു കയറി വനം നശീകരണം നടത്തുകയും പുൽമേടുകൾ പ്പിച്ചുകൊണ്ട് അവിടെ കൃഷി ഇറക്കാനും മറ്റു തരത്തിലുള്ള വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി റിസോർട്ടുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും വന്യജീവികൾക്ക് വലിയ തോതിൽ അസ്വസ്ഥതയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ലല്ലോ. ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകൾ ഇത് സർക്കാർ കാണുന്നില്ലേ സാർ? അല്ല, നിശ്ചയം ഞാനും താങ്കളും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ തടയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ വനം കയ്യേറി റിസോർട്ടുകൾ, അനധികൃതമായിട്ട് റിസോർട്ടുകൾ നിർമ്മിക്കുന്നത് നമുക്കറിയാം. വയനാട്ടിലെ ദുരന്തമല്ലേ, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോൾ പോലും അവർ മുക്തരായിട്ടില്ല. നോക്കൂ, എന്നിട്ടും ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളുണ്ട്. ആരാണ് ഇതൊക്കെ തടയിടേണ്ടത്? അല്ല, ഇത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലെത്തുന്ന സർക്കാരിനെ മാത്രം പ്രതിസന്ധിയായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ പരിമിതിയായി മാത്രം ഇതിനെ വിരൽ ചൂണ്ടാനാവില്ല. ഇതൊരു ഭരണകൂടം എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നതോ മാറ്റം ഉണ്ടാവാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു വസ്തുതയല്ല. ആ ഭരണകൂടത്തിന്റെയും ആ വ്യവസ്ഥിതിയുടെയും കൂടി പ്രശ്നമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ഈ ബോധ്യം വരുന്ന ഘട്ടത്തിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ. അല്ലാതെ ഈ ഭരണകൂടങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് ബോധ്യം വരുന്നുണ്ട്. ഇപ്പോൾ എനിക്കും താങ്കൾക്കൊക്കെ ബോധ്യം വരുന്നുണ്ട്. പക്ഷേ ഈ നടപടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതായത് ഈ ഒരു ജനതയുടെ വികാരം മാനിച്ചുകൊണ്ട് അതിൽ കൃത്യമായി ഇടപെട്ട് അതിനൊരു തീർപ്പുണ്ടാക്കേണ്ടത് സർക്കാരാണ്. എനിക്കോ താങ്കൾക്കോ അത് പറ്റില്ല. ഇപ്പോൾ ഈ പാനലിൽ ഇരിക്കുന്നവർക്കും അത് സാധ്യമല്ല, അല്ലേ? അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ആൾക്കാരുകൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ രാംദാസ്, അദ്ദേഹം എത്രയോ കാലമായിട്ട് വയനാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുപോലെ സ്റ്റാലിൻ, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര വനവകുപ്പ് മന്ത്രിക്ക് കുറേ 11 നിർദ്ദേശങ്ങൾ നൽകി. ഉടൻ തന്നെ അതിൽ നടപടി ഉണ്ടായി. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഫയൽ ഇപ്പോഴും അനങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അല്ല, അത് സ്റ്റാലിൻ പറഞ്ഞ അനുഭവങ്ങളെ സംബന്ധിച്ച് സ്റ്റാലിനും അതുപോലെ തന്നെ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ശാസ്ത്രീയ പഠനം കൂടി ആവശ്യമുണ്ട്. പലപ്പോഴും പരിസ്ഥിതി പ്രവർത്തകർ എന്ന നിലയിൽ പലപ്പോഴും ചില നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പ്രായോഗികമാണോ
എന്നുള്ളത് കൂടി അല്ല, അതൊന്ന് പരിശോധിക്കണം. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അസ്കർ, ഒരു മിനിറ്റ് അസ്കർ. സ്റ്റാലിൻ, എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ എന്നുള്ളതും ആ നിർദ്ദേശങ്ങളുടെ പ്രായോഗിക തലവും കൂടി ഒരു പരിശോധിക്കപ്പെടണം. മിനിറ്റ് അസ്കർ, ഒരു മിനിറ്റ്. സ്റ്റാലിൻ, താങ്കൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാ? ഞങ്ങൾ കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ 1972 ആക്ട് വേണ്ട രീതിയിൽ കാലാനുസൃതമായിട്ട് മോഡിഫൈ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യണം. ഒന്നാമത്തെ കാര്യം. അതിനോടനുബന്ധിച്ച് ഞാനൊരു കാര്യം പറയാം. അതായത് റവന്യൂ ഭൂമിയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിക്കാൻ വേണ്ടി അന്നത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പ്രത്യേക താല്പര്യം എടുത്ത് ഉത്തരവിറക്കി. അങ്ങനെ കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ചു. അതായത് ഉണ്ടായിരുന്ന നിയമം അവർക്ക് വേണ്ട രീതിയിൽ ഇവർക്ക് ആവശ്യമായ രീതിയിൽ അവർ ഇറക്കി. എന്നിട്ട് അവർ അതിനകത്ത് അടിയിൽ എഴുതി വെച്ചിരിക്കുകയാണ്, ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ പോലും അവിടെ പോകാനോ അന്വേഷിക്കാനോ പാടില്ല. അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കുമെന്ന് നമ്മൾ കണ്ടതാണ്. ഇതിന്റെ ആ ഉത്തരവും മറ്റു കാര്യങ്ങളും മരമുറിയും അല്ലാത്ത മരമുറിയും കണ്ടതാണ്. അപ്പൊ എന്തുകൊണ്ട് അങ്ങനെ ഒരു സാധനം ഇവിടെ കേരള സർക്കാരിന് അത് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ 1972 ആക്ടിലെ, കാരണം ഇത്ര പ്രധാനപ്പെട്ട ഒരു വിഷയമാണിത്, ഇത് ചെയ്തിട്ടില്ല. അപ്പൊ അതാണ് അതിന്റെ ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ബയോഡൈവേഴ്സിറ്റി ആക്ട് ആണ് 2002. അതായത് ഈ വനവും വനത്തിന് പുറത്തുള്ള എല്ലാ ആവാസ വ്യവസ്ഥയും, അതായത് പ്രാദേശിക തലത്തിലുള്ള എല്ലാ സാധനത്തിനെയും പിന്നെ വലിയ രീതിയിൽ സംരക്ഷിക്കേണ്ടതിന് ഇതിന്റെ ഉത്തരവാദിത്വം മനസ്സിലാക്കിയിട്ടാണ് 2002 ബയോഡൈവേഴ്സിറ്റി ആക്ട് ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. 2004 ചട്ടങ്ങൾ വന്നു. കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡ് 2008 ചട്ടങ്ങൾ പാസ്സാക്കി. ഈ എല്ലാ പഞ്ചായത്തിലും ത്രിതല സംവിധാനത്തില് ഈ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെന്റ് കമ്മിറ്റികളുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയൊരു പരാജയമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ബയോഡൈവേഴ്സിറ്റി ആക്ട് ഒരുപാട് നിയമങ്ങളും ആക്ടുകളും ഒക്കെ ഉണ്ട്, പക്ഷെ അത് നടപ്പാക്കുന്നില്ല. വേണ്ടപ്പെട്ട ആളുകൾ അത് നടപ്പാക്കാൻ, അവരത് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല, അത് ഇംപ്ലിമെന്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ബയോഡൈവേഴ്സിറ്റി ആക്ട് വളരെ കൃത്യമായിട്ട് എല്ലാ പഞ്ചായത്ത് സംവിധാനത്തിലും അത് നടപ്പാക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം ഇക്കോ സെൻസിറ്റീവ് സോണാണ്. ഇക്കോ സെൻസിറ്റീവ് സോണിനകത്ത് വളരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞിരുന്നു. അതിനകത്ത് ബഫർ സോൺ എന്നത് കാടിന്റെ ഉള്ളിലാണ്. അപ്പോൾ ബഫർ സോൺ കാടിന്റെ പുറത്താണെന്ന് പറഞ്ഞ് വ്യാപകമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ആ സംഗതിനെ ജനവിരുദ്ധമാക്കിയിട്ട് ആക്കിയിട്ടുണ്ട്. അപ്പൊ ഇക്കോ സെൻസിറ്റീവ് സോൺ എന്താണ്, ബഫർ സോൺ എന്താണ് ഇതിന്റെ ആവശ്യം എന്ന് വളരെ കൃത്യമായിട്ട് ജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ അതിലൊരു ഇടപെടൽ വേണം. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ നമ്മുടെ വനത്തിനകത്തുള്ള തേക്ക്, യൂക്കാലി ഇങ്ങനെയുള്ള സാധനങ്ങൾ, അതിനെ വനം എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ വലിയ രീതിയിലുള്ള പ്ലാന്റേഷൻ ആണ്. എങ്ങനെയെങ്കിലും ഇതിനെ മാറ്റാനുള്ള നടപടികൾ എടുത്ത് അതിനെ എന്താ പറയാ, നമുക്കൊരു ഗ്രീൻ ഫോറസ്റ്റ് ആക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോണം. അതേപോലെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സെന്ന, അതേപോലെ ലൻഡാന, അതായത് അരിപ്പൂ, ഇങ്ങനെയുള്ള സാധനങ്ങൾ വളരെ വലിയ രീതിയിൽ വ്യാപകമായിട്ട് നമ്മുടെ സ്വാഭാവിക വനം എന്ന് പറയുന്ന സംഗതി ഇല്ലാതാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടി ചെയ്യണം. 2017 ആദ്യമായിട്ട് ഈ സാധനത്തെ പറിച്ചു മാറ്റിയാലാണ് ഞാൻ. എന്നിട്ട് അതിനൊരു 1/2 ഏക്കർ സ്ഥലമാറ്റാണ് അത് പറിച്ചു മാറ്റിയത്. അപ്പോൾ ഒരു കാരണവശാലും ഇത് പറിച്ചാൽ പോവില്ല എന്നുള്ളത് ഡിപ്പാർട്ട്മെന്റിനും അറിയാം, ജനങ്ങൾക്കും അറിയാം. അത്തരത്തിലാണ് അതിന്റെ വളർച്ചയും അതിന്റെ ഘടനയും. എന്നിട്ട് അവർ ആ വർഷം 300 കോടി രൂപയാണ് അത് പറിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് വെച്ചത്. അപ്പോൾ ഇത് പറ്റില്ല എന്ന് അറിഞ്ഞുകൊണ്ടും കോടിക്കണക്കിന് രൂപയാണ് ഈ പറയുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റാൻ എന്താണ് ചെയ്യാൻ പറ്റുന്നത്? പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്, അത്തരത്തിൽ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നുണ്ട്. പിന്നെ ഈ പറയുന്ന ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഓഡിറ്റ്, കാരണം നമുക്കറിയാം പല കാര്യങ്ങളിൽ നടക്കുന്ന അഴിമതികൾ എത്ര വലുതാണ്. അത് കൃത്യമായ ഓഡിറ്റും മറ്റു കാര്യങ്ങളൊക്കെ നടക്കേണ്ടതുണ്ട്. പിന്നെ ടൈഗർ ഇല്ലാത്ത നാട്, ടൈഗർ റിസർവുകളുണ്ട്. ഇന്ത്യയിൽ തന്നെ ഒരു ഒറ്റ കടുവ പോലും ഇല്ലാത്ത സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ടൈഗർ റിസർവുകളിലേക്ക് ഈ കടുവകളെ ഇവിടുന്ന് പിടിച്ചു മാറ്റണം. അപ്പൊ ഇങ്ങനെ അധികം വരുന്ന സാധനത്തിനെ നമുക്ക് വെടിവെച്ച് കൊല്ലുന്നതിന് പകരം, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാധനങ്ങളുടെ എണ്ണം ഇല്ലാത്ത സ്ഥലത്തേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പറ്റും. കാരണം ഈ കാടിനുള്ളിലെ കടുവയുണ്ട്, കാടിന് പുറത്തുള്ള കടുവകളുണ്ട്. കാടിന് പുറത്തുള്ള കടുവകളെ എന്ത് ചെയ്യാം, ഇതിനെ പിടിച്ച് മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റാം. അതായത് കാടിനുള്ളിലെ ഈ കടുവേനെ പിടിച്ച് കാട്ടിൽ വിട്ടാൽ അതിനെ രണ്ടുപേരും തമ്മിൽ ഫൈറ്റ് ആയിട്ട് അത് ചത്തുപോകും. അതിന് പകരം ഇപ്പം ബീനാച്ചി എസ്റ്റേറ്റെന്നോ അല്ലെങ്കിൽ തൊവരിമല എസ്റ്റേറ്റെന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്ന് പിടിക്കുന്ന കടുവേനെ, അത് പുറത്ത് വളരുന്ന കടുവയാണ്, അത് രണ്ട് സ്വഭാവമാണ്. അപ്പൊ ആ കടുവകളെ ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ കുറെ എണ്ണത്തിൽ കുറവ് വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. പിന്നെ പ്രധാനപ്പെട്ട പറഞ്ഞൊരു കാര്യം, നെൽകൃഷി ഇല്ലാതായതാണ് നമ്മുടെ വയനാടിന്റെ ആവാസ വ്യവസ്ഥ തകർന്നത് ഈ വയലില്ലാതായതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു വാട്ടർ ടാങ്കാണ്. തമിഴ്നാട്ടിലേക്കും കർണാടകത്തിലേക്കും ഒക്കെ വെള്ളം കൊണ്ടുപോകാൻ
പ്രകൃതി തന്നെ ഒരുക്കി വെച്ച ഒരു വാട്ടർ ടാങ്കാണ് വയനാട്. 39,000 ഹെക്ടർ നെൽവയൽ ഇന്ന് 4,000 ആയിട്ട് വലിയ രീതിയിൽ വയലുകൾ മണ്ണിട്ട് നികത്തിക്കൊണ്ടിരിക്കുകയാണ്. കൃഷിയില്ലാതെ തരിച്ചു കിടക്കുകയാണ്. ചാല് കീറിയിട്ട് ഈ വെള്ളം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഒഴിവായി പോകുന്ന രീതിയിലാണ്. അപ്പൊ ഇത് നെൽവയലുകളെ മാക്സിമം പറ്റുന്നത് തിരിച്ചു കൊണ്ടുവരിക. അപ്പൊ നെൽവയൽ അതിനു വേണ്ടിയിട്ട് പ്രത്യേക പാക്കേജ് കൊടുത്ത് 1 കിലോ നെല്ലിന് മിനിമം ഒരു 50 രൂപയെങ്കിലും കൊടുത്ത് ചെയ്തു കഴിഞ്ഞാൽ ഒരു 4 മാസം കൊണ്ടാണ് 4 മാസത്തെ വളർച്ചയെ നെല്ലിനുള്ളൂ. അപ്പൊ ഒരുപാട് ആളുകൾക്ക് അത് നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റും. നമ്മുടെ ജൈവ വൈദ്യം വലിയ രീതിയിൽ സംരക്ഷിക്കപ്പെടും. അപ്പൊ ഇതിനൊരു എളുപ്പ രീതിയിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, ഇനി പറയൂ, ഈ നിർദ്ദേശങ്ങൾ പ്രായോഗികമാണോ അപ്രായോഗികമാണോ? പറയൂ, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്നത്? തീർച്ചയായിട്ടും ഇത് പ്രായോഗികമായിട്ടുള്ള കാര്യമാണ്. അത് ചെയ്തേ പറ്റൂ. കാരണം ഇതൊന്നും ഇല്ലാത്ത സ്ഥലത്ത് ഈ കാട് വെട്ടിത്തെളിച്ച് 80കളുടെ അവസാനം വരെ വയനാട് എന്ന് പറയുന്ന നല്ല ഒന്നാമതൊരു ഒരു ആവാസ വ്യവസ്ഥ മുൻ തലമുറ ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ അത് നശിപ്പിച്ച ആളുകൾ ഇനി അത് പറ്റില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് പറ്റില്ല എന്ന് പറയുന്നത്? കാരണം അന്നത്തേക്കാൾ കൂടുതൽ എന്തോരം ടെക്നോളജി ഇന്നുണ്ട്. അന്ന് വെറും മണ്ണെണ്ണ വിളക്ക് കത്തിച്ചും തൂമ്പയും കോടാലിയും കത്തിയും കൊണ്ട് വെട്ടിയുണ്ടാക്കിയതാണ് ഇത് മുഴുവനും. ഇന്ന് അതുപോലെയല്ല, ഇഷ്ടംമാതിരി മെഷീനറികളുണ്ട്. ആ മെഷീനറികളെല്ലാം ദുരുപയോഗം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നെ ഇതില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ചെയ്യാൻ പറ്റും? പിന്നെ ഒരു നിമിഷം ഞാനൊന്ന് അസ്കറിന്റെ മറുപടി കൂടി കേൾക്കട്ടെ. അസ്കർ, അല്ല, ഇപ്പൊ സ്റ്റാലിൻ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങൾ ഒരുപക്ഷെ ആ നിർദ്ദേശങ്ങൾ പലതും പ്രായോഗിക തലത്തിൽ തന്നെ നടപ്പിലാക്കാൻ കഴിയുന്നതാണ്. പക്ഷേ അതിൽ കേന്ദ്ര സർക്കാരിൻ്റെതായിട്ടുള്ള ഇടപെടലുകൾ വേണ്ട നിർദ്ദേശം കൂടിയാണ് പരമപ്രധാനമായി ഒന്നാമതായി വെച്ചിട്ടുള്ളത്. വനം നിയമത്തിന്റെ അടിയന്തരമായിട്ടുള്ള ഭേദഗതിയും അത് സമൂഹത്തിന് ഉതകുന്ന തരത്തിൽ പ്രവർത്തനക്ഷമമാക്കുക എന്നുള്ളതാണ് ഒരു ഒന്നാമത്തെ നിർദ്ദേശം. അപ്പോ ഞാൻ ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു. പക്ഷെ ഈ ഘട്ടത്തിലല്ല അത്തരം വനം നിയമ ഭേദഗതി കേന്ദ്ര സർക്കാരിന്റെ തലയെ കൊണ്ടുപോയി ഇട്ടിട്ട് നിങ്ങൾക്ക് ഒളിച്ചോടാൻ പറ്റുമോ? അങ്ങനെയല്ല, സംസ്ഥാന സർക്കാരിനുള്ള ഉത്തരവാദിത്വത്തിലും ഉപരിയായി ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, എന്റെ ചോദ്യത്തിന് ഉത്തരം ലഭിച്ചില്ല. ഈ IFS ഉദ്യോഗസ്ഥര് എന്താ ചെയ്യുന്നേ ഇവിടെ? എന്താ ഡ്യൂട്ടി എന്താണ്? അതിൽ കേരളത്തിലെ വനം വകുപ്പിൽ ജോലി ചെയ്യുന്ന IFS ഉദ്യോഗസ്ഥർ എത്രത്തോളം ആത്മാർത്ഥമായി ഈ വിഷയത്തിൽ തൊഴിലെടുക്കുന്നു എന്ന സംശയം എനിക്കുണ്ട്. കാരണം അവരുടെ പരിമിതികൾക്കും അപ്പുറം അല്ല ഇക്കാര്യമാരാണ്. സുഖാണ് അവരിങ്ങനെ യാത്ര ചെയ്യുക, സുഖിക്കുക എന്നല്ലാതെ എനിക്ക് തോന്നുന്നില്ല എന്തെങ്കിലും ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഈ വനം വകുപ്പിനെ ഒന്ന് ഉണർത്താനുള്ള എന്തെങ്കിലും സക്രിയമായിട്ടുള്ള ഇടപെടലുകൾ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഞാൻ പലപ്പോഴും അതിശയിച്ച് നിന്നിട്ടുണ്ട്. അല്ലെങ്കിലും അത് ശരി, ഞാൻ അങ്ങയുടെ ആശങ്കയുടെ ഒപ്പം നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ഭാവനാവിലാസമുള്ള ഒരു ഉദ്യോഗസ്ഥൻ വിചാരിച്ചാൽ നിശ്ചയമായ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ നേരത്തെ ഉണ്ടായിരുന്നു വനം വകുപ്പിൽ വലിയ തോതിൽ മാറ്റങ്ങൾ വരുത്താം. ഒരുപക്ഷെ ആ മാറ്റങ്ങൾ ഇപ്പൊ വനം വകുപ്പിൽ ഉണ്ടാകുന്ന ഒരു വലിയ തോതിലുള്ള അഴിമതിക്കും പ്രാദേശിക തലത്തിൽ അഴിമതിക്കൊക്കെ വഴിതെളിക്കുന്ന തരത്തിലുള്ള പലതരം പ്രവൃത്തികളാണ് യഥാർത്ഥത്തിൽ കാര്യം ഓഡിറ്റിങ്ങിന് പോലും വിധേയമാക്കാൻ കഴിയാത്ത ചിലവുകൾ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികളിലാണ് പലപ്പോഴും പ്രതിസന്ധികൾ അവരെ കൊണ്ടെത്തിക്കുന്നത്. ഈ പ്രതിസന്ധി പരിഹരിക്കുന്നതിനാവശ്യമായി നടത്തുന്ന ചിലവുകളെ സംബന്ധിച്ച് ആ ചിലവുകളൊന്നും ഓഡിറ്റിങ്ങിന്റെ ഭാഗമായി വരുന്നില്ല, അല്ലെങ്കിൽ അത് കൃത്യമായി കണക്ക് ആക്കപ്പെടുന്നില്ല എന്നുള്ളൊരു വലിയ പരിമിതി ഇക്കാര്യത്തിലുണ്ട്. അപ്പോ ഇതൊക്കെ ഇത്തരം അഴിമതികളിലേക്കും അതുപോലെ തൊഴിൽ ചെയ്യുന്നതിനും ഭാവനാവിലാസത്തോടുകൂടി ഇക്കാര്യത്തിൽ സമീപിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെ അഭാവം ഈ 2019 തൊട്ട് 24 വരെ 3519 ലക്ഷം ആണ് കോമ്പൻസേഷൻ മാത്രം കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ എന്നെപ്പോലുള്ള പരിമിതമായ അറിവുള്ളവർക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ചോദിക്കാമല്ലോ, ഇത് ക്രിയാത്മകമായിട്ട് എന്തുകൊണ്ട് ഈ പണം ചെലവഴിച്ചുകൂടാ? ഇതിപ്പോൾ കോമ്പൻസേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പകരം ഈ പറയുന്നത് പോലെ വന്യജീവി ആക്രമണം തടയാനും ഒക്കെ അത് ഫലപ്രദമായിട്ട് ചെലവാക്കേണ്ട പണമല്ലേ ഇങ്ങനെ കൊടുക്കേണ്ടി വരുന്നത്? അല്ല, ഈ നഷ്ടപരിഹാരം നൽകുന്നത് ഒരുപക്ഷെ ദുരന്തം നേരിട്ട ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ ആ ദുരന്തം നേരിട്ട ആളുകൾക്ക് നഷ്ടപരിഹാരം കൊടുക്കാതിരിക്കുക എന്നുള്ളതിനപ്പുറം അല്ല കൊടുക്കണം, ഞാൻ അതല്ല പറയുന്നത്. പക്ഷേ എന്തുകൊണ്ട് കൊടുക്കേണ്ടി വരുന്നു ആ ഒരു സാഹചര്യം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള നിശ്ചയമായും ദുരന്തം ഒഴിവാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തണം. അത് ഒരു ശാസ്ത്രീയ പഠനത്തിന്റെ കൂടി ഭാഗമായിരിക്കണം. പലപ്പോഴും ഇപ്പോ കടുവയെ ഇപ്പോ നാം കടുവയുടെ ഭീഷണി മൂലം കടുവകളെ നാടുകടത്തണം എന്ന് ചിന്തിക്കുമ്പോൾ അതെങ്ങനെ മറ്റൊരു ആവാസ വ്യവസ്ഥയിൽ മറ്റൊരു അന്തരീക്ഷത്തിൽ അതെങ്ങനെ ജീവിക്കും എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായ ഒരു പഠനം വേണം.
ആ പഠനത്തിന്റെ അഭാവത്തിൽ കടുവകളെ മുഴുവൻ കേരളത്തിൽ നിന്ന് പിടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകണം എന്നൊരു നിർദ്ദേശം ഒരുപക്ഷെ നമുക്ക് കേൾക്കുമ്പോൾ വലിയ തോതിൽ കടുവകളില്ലാത്ത റിസർവ് ഫോറസ്റ്റുകളിലേക്ക് കടത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ്. അല്ല, കേരളത്തിൽ ഇന്ത്യയിൽ ടൈഗർ റിസർവ് ആയിട്ട് അറിയപ്പെടുന്ന സ്ഥലങ്ങളുണ്ട്, പക്ഷെ അവിടെ കടുവകളില്ല. ഇല്ല, അല്ല, സ്വാഭാവികമേ അത് അതിന്റെ പ്രകൃതിയുമായി അല്ലെങ്കിൽ അതിന്റെ കാലാവസ്ഥയുമായി ഈ കേരളത്തിൽ ജീവിച്ചു വരുന്ന കടുവകൾക്ക് ജീവിക്കാനാകുമോ എന്നുള്ളതൊരു വലിയ പഠനത്തിന്റെ കൂടി ആവശ്യമാണ്. അപ്പോ അത്തരത്തിൽ ഇനി സമയം വൈകിക്കൂടാ. ഉള്ള സമയം കൊണ്ട് ഇനിയെങ്കിലും സർക്കാരുകളും ഉദ്യോഗസ്ഥന്മാരും ഉണർന്നു പ്രവർത്തിക്കണമെന്ന് തന്നെയാണ്. അതിൽ കേന്ദ്ര സർക്കാരിനാണ് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക. രാജ്യത്താകമാനുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ കേന്ദ്ര സർക്കാരിന് അക്കാര്യത്തിൽ നിന്ന് ഒളിച്ചോടാനാവില്ല. കേന്ദ്ര സർക്കാരിന് അടിയന്തരമായി ഈ വിഷയത്തിൽ കേരളത്തിലെ വന്യജീവികളും അല്ലെങ്കിൽ ജനങ്ങളും തമ്മിലുള്ള ഇത്തരം സംഘർഷങ്ങൾ ഒഴിവാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പഠനം നടത്തുന്നതിന് ഒരു ഉന്നതതല സംഘത്തെ നിയോഗിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശം നൽകാമല്ലോ. അപ്പൊ അത് ടച്ച് ദ ഹാർട്ട് ആൻഡ് സേ. ഇതിപ്പോ നോക്കൂ, ദുരന്തങ്ങൾ ഇങ്ങനെ അടിക്കടി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. നമ്മൾ മാധ്യമങ്ങൾ ചർച്ച ചെയ്യും, ഇതുപോലെ കോമ്പൻസേഷൻ കൊടുക്കും, ജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാവും. പക്ഷേ ഭരണാധികാരികൾക്ക് തന്നെ അറിയാം ഇത് അധികകാലം നീണ്ടു നിൽക്കില്ല എന്നുള്ളത്. ഇനി നമ്മളെ ഉണർന്ന് പ്രവർത്തിക്കുന്ന എപ്പോഴാണ്? അടുത്ത ഒരു അറ്റാക്ക് വരുമ്പോൾ, ഒരു മനുഷ്യജീവൻ ഇല്ലാതാകുമ്പോഴാണ് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കുന്നതല്ലേ. ആ ഒരു സ്ഥിതിക്ക് എന്തുകൊണ്ട് മാറ്റം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. അത് ഞാനോ അസ്കറോ വിചാരിച്ചാൽ നടക്കില്ല. ഇപ്പോൾ MK രാംദാസ് ആവട്ടെ, സ്റ്റാലിൻ ആവട്ടെ, സംഷാദ് ആവട്ടെ, ഇവരൊക്കെ കൃത്യമായ അധികാരികളെ ഇത് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട്, ഞാൻ ആവർത്തിച്ച് ചോദിക്കുകയാണ്, എന്തുകൊണ്ട് സക്രിയമായിട്ടുള്ള ഒരു ഇടപെടൽ, ഈ ഒരു പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണം എന്ന ഒരു നിർബന്ധ ബുദ്ധി എന്തുകൊണ്ട് നമ്മുടെ ഭരണകൂടത്തിന് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. ഇവിടെ താൽക്കാലികമായിട്ട് ഇതുപോലെ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ചില തന്ത്രങ്ങൾ മാത്രം പോരാ. അഡ്വക്കേറ്റ് അസ്ക. അല്ല, അങ്ങനത്തെ രീതിയിലൊരു പ്രശ്നം, പൂച്ചയ്ക്കാരും മണി കിട്ടും എന്നൊരു ചൊല്ലുള്ളത് പോലെ നിശ്ചയമായും എല്ലാവരും പൂച്ചയ്ക്ക് മണി കിട്ടുന്നതിന് വേണ്ടി തയ്യാറെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതിൽ സംസ്ഥാന സർക്കാരിനെയോ അല്ലെങ്കിൽ പ്രദേശത്ത് ഇപ്പൊ ജില്ലാ ഭരണകൂടത്തെയോ അല്ലെങ്കിൽ വയനാട്ടിലെ ജില്ലാ പഞ്ചായത്തിനെയോ അല്ലെങ്കിൽ പ്രദേശത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ മാത്രം നമുക്കിങ്ങനെ പടി പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. എല്ലാവർക്കും കൂടി ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ കാര്യം, ഈ വയനാട് നേരിടുന്ന പ്രതിസന്ധിയെ എന്തുകൊണ്ട് വയനാടിൻ്റെതായിട്ടുള്ള 2 MP മാരുണ്ടല്ലോ പാർലമെന്റിൽ, എന്തുകൊണ്ട് ഈ വിഷയത്തെ അടിയന്തര ശ്രദ്ധ കേന്ദ്ര ഗവൺമെന്റ് മുന്നിൽ കൊണ്ടുവരുന്നതിനുള്ള ശ്രമം നടത്തുന്നില്ല? ഒരുപക്ഷെ അവർ ഈ വിഷയത്തെ എത്രത്തോളം സമീപിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ കൂടി ഒരു ആശങ്ക കാര്യത്തിലുണ്ട്. അപ്പോ എന്തുകൊണ്ട് ആ 2 MP മാർക്കും, വയനാട് നിന്ന് 2 MP മാരാണല്ലോ, അപ്പൊ ആ 2 MP മാരും പാർലമെന്റിൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് അടക്കം വയനാടിന്റെ പ്രാതിനിധ്യം ഉൾക്കൊള്ളുന്ന ആളുകളാണ്. അപ്പോ അവർ എന്തുകൊണ്ട് വയനാടിന്റെ ഈ പ്രശ്നം ഉന്നയിക്കുന്നില്ല എന്ന രാഷ്ട്രീയ ചോദ്യം കൂടിയുണ്ട്. ഇതൊന്നും ഈ ഘട്ടത്തിലല്ല ചർച്ച ചെയ്യേണ്ടത്, മറുപടി പറയേണ്ടത്. അത് ചോദ്യം പാർലമെന്റിൽ ഉന്നയിക്കപ്പെടേണ്ടതാണ്. എന്തുകൊണ്ട് വയനാട് ഇത്തരം ഒരു പ്രതിസന്ധിയിലേക്ക് പോകുന്നു? കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് അനങ്ങാപ്പാറ നയം എടുക്കുന്നു? ഇതിൽ ശാസ്ത്രീയമായ ഇടപെടലുകൾ നടത്തുന്നതിനും ഇതിനെ സംബന്ധിച്ച പഠനം നടത്തുന്നതിനും ഇതിനാവശ്യമായിട്ടുള്ള പദ്ധതി വിഹിതം നൽകുന്നതിനും എന്തുകൊണ്ട് കേന്ദ്ര സർക്കാർ മടി കാണിക്കുന്നു എന്നുള്ളതും വനം നിയമത്തിന്റെ ഭേദഗതി അടിയന്തിരമായി ചെയ്ത് കാലാനുസൃതമായിട്ടുള്ള മാറ്റം വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള നിർദ്ദേശം വെക്കുന്നതിന് ഒരുപക്ഷെ ഇന്ത്യയുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെയൊക്കെ പോവും അല്ലേ? സംസ്ഥാന സർക്കാരിന് ചെയ്യാവുന്നതിന്റെ പരിമിതികളിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു എന്ന് തന്നെയാണ് ഞാൻ. അസ്കർ ഒരു നിമിഷം ഞാനൊന്ന് രാംദാസിലേക്ക് കൂടി പോയിക്കൊള്ളട്ടെ. അങ്ങനെയുള്ള പരിമിതികളുണ്ടോ സംസ്ഥാന സർക്കാരിന്, ശ്രീ രാംദാസ്? അതിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞത്, അതായത് നമ്മുടെ ഈ വയനാട്ടിൽ ഈ ആഗോള താപനം അല്ലെങ്കിൽ കാലാവസ്ഥാ മാറ്റത്തിന്റെ ഭാഗമായി നമ്മൾ നല്ല കൃഷിസ്ഥലമായിരുന്ന ഈ കൃഷിഭൂമി ആയിരുന്നു, അത് പിന്നീട് ടൂറിസത്തിന് വഴിമാറുകയാണ്. അത് ഗവൺമെന്റ് വളരെ പർപ്പസ്ഫുള്ളി ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ വ്യാപകമായ തോതിലുള്ള ടൂറിസം അല്ലെങ്കിൽ വിനോദസഞ്ചാര വികസന പദ്ധതികൾ അവിടെ ഉണ്ടായി. ഇതും യഥാർത്ഥത്തിൽ ഈ വന്യജീവി മനുഷ്യ സംഘർഷം വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. കാടിന്റെ ഉള്ളിൽ മുഴുവനും ഒരു നിയന്ത്രണവും ഇല്ലാതെ, കാടിന്റെ ഉള്ളിലല്ല, കാടിന്റെ അരികുകളിലൊക്കെ നിരവധി റിസോർട്ടുകളാണ്. നമ്മൾ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമലയിലും പരിസര പ്രദേശത്തും നമ്മളത് കണ്ടു. ഒരു നിയന്ത്രണവും ഇല്ലാതെ പ്രകൃതിയെ ക്രൂരമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ടൂറിസം വികസനമാണ് നടന്നത്.
നടക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു 500ഓളം മനുഷ്യർ നമ്മളുടെ മുന്നിൽ നിന്ന് ഒരു ദിവസം നമ്മളുടെ കൺമുമ്പിൽ നിന്ന് നമ്മളെ കൂടെ കിടന്നുറങ്ങിയ മനുഷ്യർ ഒഴുകിപ്പോയിട്ട് പിറ്റേ ദിവസം അടുത്ത ദിവസം മുതൽ നമ്മളുടെ ടൂറിസം വകുപ്പ് മന്ത്രിയും മറ്റ് പ്രതിപക്ഷത്തിന്റെ MLA ഒക്കെ ചേർന്നിട്ടാണ് ഈ അവിടുത്തെ ടൂറിസം തിരികെ കൊണ്ടുവരണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണോ സാർ ഇതിന്റെ പരിഹാരം എന്ന് പറഞ്ഞത്? ഈ യഥാർത്ഥത്തിൽ ഈ മണ്ണിനെ സംരക്ഷിച്ചത്, ഇവിടുത്തെ ഈ നാട്ടിലെ മനുഷ്യർക്ക് ഭക്ഷണം ഉണ്ടാക്കിയ കർഷകർ എന്ന് പറയുന്ന വിഭാഗത്തെ, കൃഷിയെ സംരക്ഷിക്കുന്നതിനുള്ള ഒരു നടപടി ഉണ്ടായില്ല. നമുക്ക് ടൂറിസം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പരിഗണനകളാണ് സാർ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ എന്തിനാണ് പരിഗണന നൽകുന്നത്? ഈ വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ പറയുന്ന മാൻ അനിമൽ കോൺഫ്ലിക്റ്റ് ആണ്. ആർക്കും അറിയാത്തതല്ല. പക്ഷെ എത്രമാത്രം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിൽ ഈ വികസനത്തിനായി ചെലവഴിക്കുന്ന, അല്ലെ പദ്ധതികളുടെ നടത്തിപ്പിനായി ചെലവഴിക്കുന്ന പണത്തിൽ എത്ര ശതമാനം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നുണ്ട്? നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ. ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള പരിഗണനയാണ് ഇതിന് കിട്ടുന്നത്. ഇതിൽ നമ്മൾ മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. നമ്മൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പിന്നെ നേരത്തെ പാനലിസ്റ്റിന്റെ പറഞ്ഞു ഇവിടെയുള്ള കടുവയെ കുറിച്ച് മറ്റെടുത്ത് അങ്ങനെ എങ്ങനെ സാധ്യമാവുന്നു? ഈ കടുവ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു ആവാസ വ്യവസ്ഥയിൽ ഉണ്ടാകുന്ന ജീവികളാണത്. ആ ജീവികൾക്ക് അവിടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനുഷ്യൻ അങ്ങനെയാണോ? നമ്മൾ അതുകൂടി പരിഗണിക്കേണ്ടത്. നമ്മൾ യഥാർത്ഥത്തിൽ ഇതിന്റെ റിയൽ ആയിട്ടുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ നമ്മൾ തുറന്ന് മനസ്സോടുകൂടി നമ്മൾ ഇടപെടേണ്ടതുണ്ട്. ആർക്കാണ് ഇവിടെ പഠിച്ചത്? നമ്മളെ ഗവൺമെന്റ് നടപടികൾ മുഴുവനും പാഴാണ്. മുഴുവനും യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ പ്രകൃതി വിരുദ്ധമാണ് പല നടപടികളും. അതുപോലെ തന്നെയാണ് നമ്മളെ ഇപ്പൊ ഞാൻ പറയാം, വനം വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടുത്തെ വനം വകുപ്പിന് അറിയുമോ ഇവിടുത്തെ റിയൽ ആയിട്ടുള്ള പ്രശ്നത്തെ ഈ കാടിനരികിൽ ജീവിക്കുന്ന മനുഷ്യരുമായിട്ട് എങ്ങനെയാണ് ഈ പറയുന്ന ഒരു വലിയ ശത്രുതയിൽ ഇവർ എത്തിപ്പെടുന്നത്? അവരെ വിശ്വാസത്തിലെടുക്കാതെ, ഈ കാടിനരികിൽ താമസിക്കുന്ന മനുഷ്യരെ വിശ്വാസത്തിലെടുക്കാതെ എങ്ങനെയാണ് നമുക്ക് വനത്തെ സംരക്ഷിക്കാൻ പറ്റുക? ഈ കാടും നാടും തമ്മിലുള്ള ഈ പ്രശ്നത്തെ ഈ മനുഷ്യരോട് സംസാരിക്കണ്ടേ? എന്താണ് ഇവിടുത്തെ റിയൽ ചിത്രം? ഈ പറയുന്ന ഈ വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ള സംഘർഷത്തിന്റെ യഥാർത്ഥ ചിത്രം എന്താണെന്ന് ഇതുവരെ ഒരാൾക്ക് പഠിക്കാൻ പോലും തയ്യാറായിട്ടില്ല. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ പറയുന്നത്, ഇപ്പോ രാധ എന്ന് പറയുന്ന സ്ത്രീയുടെ മരണം അതിദാരുണമാണ്. അതായത് ഈ പറയുന്ന ഈ ഗവൺമെന്റിന്റെ തെറ്റായ നടപടികൾ, അല്ലെങ്കിൽ നമ്മുടെ വികസനത്തിലെ നമ്മുടെ തെറ്റായ കാഴ്ചപ്പാടുകൾ, നിലപാടുകൾ, ഇതിന്റെ ഇരകളായി മാറുന്നത് ഏറ്റവും സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. ഇവിടെയാണ് പ്രശ്നം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് വയനാട്ടിലെ കൃഷി അപ്രത്യക്ഷമാവുക എന്ന് പറഞ്ഞാൽ വയനാട് ഇല്ലെന്നാണ്. ഈ ഇല്ലാത്ത വയനാട്ടിലേക്കാണ് നമ്മൾ ടൂറിസ്റ്റുകൾ ക്ഷണിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ടൂറിസം വകുപ്പ് മന്ത്രി നടത്തിയിട്ടുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു, വയനാട്ടിൽ തിരികെ കൊണ്ടുവരാൻ. ആ രീതിയിൽ വയനാട്ടിൽ തിരികെ വരണം എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും എങ്ങോട്ടാണ് നമ്മൾ തിരികെ വിളിക്കുന്നത്? വയനാട് സുരക്ഷിതമാണെന്ന് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും? ഇവിടെ ജീവിക്കുന്ന മനുഷ്യർക്ക് പോലും, ഇവിടെ എത്രയോ കാലങ്ങളായി ജീവിക്കുന്ന ആദിവാസികളായിട്ടുള്ള ഇന്നിപ്പോ കൊല്ലപ്പെട്ടത് അങ്ങനത്തെ ആ വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യരാണ്. നമുക്ക് എങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും? ഇത് എന്താണ് പരിഹാരം? നമ്മൾ ഈ പൈസ കൊടുത്താൽ തീരുന്നതാണോ പ്രശ്നം എന്ന് പറയുന്നത്? ഇവിടെ ഒരു മനുഷ്യനെ ജീവിക്കുക എന്നുള്ളത്, അതായത് ഒരു സ്റ്റേറ്റിന്റെ ചുമതലയാണ് സാർ ഒരാളുടെ ജീവന് സ്വത്ത് സംരക്ഷിക്കുന്നത്. അതിന് എന്ത് ചെയ്തു? നമ്മൾ ഈ നഗരങ്ങളിലെ വികസനത്തെ കുറിച്ച് മാത്രം സംസാരിച്ചാൽ മതിയോ? ഈ പാവപ്പെട്ട മനുഷ്യന്റെ അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കട്ടെ, അവിടെ ജീവിക്കാനുള്ള റൈറ്റിനെ കുറിച്ച് സംസാരിക്കട്ടെ. ഈ പറയുന്ന രാധ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ കൊല്ലപ്പെടണമെങ്കിൽ അതുണ്ടാക്കിയ സാഹചര്യം എന്താണെന്ന് പഠിക്കും. ഇത് ആദ്യത്തെ സംഭവം അല്ല സാർ. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. എന്റെ അഭിപ്രായത്തിൽ ഇവരുടെ പാനലിസ്റ്റുകളായിട്ടുള്ള വലിയ സ്വാധീന ശക്തിയുള്ള ആളുകളാണ്. അവരിത് മനസ്സിലാക്കേണ്ടതാണ്. ഇത് ആരാണ് ഇതിന്റെ യഥാർത്ഥത്തിൽ ഇതിന്റെ ഉത്തരവാദിത്വം നമുക്കൊക്കെ ഉണ്ടെന്ന് നമ്മൾ പറയുമ്പോഴും ഇതിലിപ്പോഴും നമുക്ക് ചില വഴികളൊക്കെ ഇല്ലേ നമ്മളെ മുന്നിൽ ഈ മനുഷ്യരെ കാണാൻ? അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണ്ടേ? യെസ്, വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് അത്, രാംദാസ്. യെസ്, സംഷാദ്, നേരത്തെ ഹസ്കർ ഉന്നയിച്ചൊരു പരാതി, അതായത് വയനാടിൻ്റെ ജനപ്രതിനിധി, ലോക്സഭയിലെ ജനപ്രതിനിധി അത് കൃത്യമായിട്ട് അറിയിക്കുന്നില്ല എന്നുള്ളതാണ്. വയനാട് MP അറിഞ്ഞോ ഈ വിഷയം? വയനാട് MP ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. വയനാട് MP ശ്രീമതി പ്രിയങ്ക ഗാന്ധി ഈ വിഷയം അറിയുകയും ആ കുടുംബത്തെ ആശ്വസിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് അറിയാം. അഷ്കർ ചിലപ്പോ അറിയാത്തത് കൊണ്ടായിരിക്കാം. രാഹുൽ ഗാന്ധി MP ആയിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ ഇടപെടലുകളും അറിയാം. അദ്ദേഹം ഭൂപേന്ദ്ര യാദവിനോട് കത്തയക്കുന്നതും ഭൂപേന്ദ്ര യാദവ് സംസാരിക്കുക, ഭൂപേന്ദ്ര യാദവ് വയനാട്ടിൽ വരുന്നതും ഒക്കെയുള്ള കാര്യങ്ങൾ. പക്ഷെ അഷ്കർ ഈ പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം വളരെ വിദഗ്ധമായി ഇതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമല്ല എന്ന് പറയുകയും, എന്നാൽ എല്ലാ കാര്യവും കേന്ദ്രവും ഈ പ്രാദേശികമായി MP ചെയ്യണം, കേന്ദ്ര സർക്കാർ ചെയ്യണം, സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലാത്ത രീതിയിലാണ് ഈ ചർച്ചയെ അങ്ങ് കൊണ്ടുപോകുന്നത്. പക്ഷെ കൊണ്ടുപോയി കുറച്ചെത്തും അദ്ദേഹം പറയും ഇതൊന്നും ഇപ്പൊ പറയേണ്ടതല്ല. അപ്പൊ അദ്ദേഹത്തിന് പറയാനുള്ളതെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് അദ്ദേഹം വാദം ഉന്നയിക്കുന്നത്.
ഇപ്പൊ ഞങ്ങൾ വയനാട്ടിൽ ഇപ്പൊ രാംദാസ് ഏട്ടൻ ഇവിടെ കൃത്യമായി പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ രാംദാസ് ഏട്ടനും നൂൽപ്പുഴ പഞ്ചായത്തിലുള്ള ആൾ, അദ്ദേഹത്തിന് ഇത് കൃത്യമായി അറിയാവുന്ന ആളാണ്. ഇവിടെ ഇതിന്റെ പ്രയോറിറ്റിയും ഇതിന്റെ സീരിയസ്നെസ്സും നമ്മൾ സർക്കാർ ഏറ്റെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ്. ഈ വനം വകുപ്പ് മന്ത്രിയുമായി ബന്ധപ്പെട്ട് വനം വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്രയും മോശം രീതിയിലുള്ള ഒരു ബിഹേവിയർ നമുക്ക് അനുഭവപ്പെടുകയാണ്. ഇപ്പൊ അമരക്കുരിയിൽ കടുവ ഇറങ്ങി 6-7 ദിവസം അവിടുത്തെ ആളുകൾ പ്രയാസത്തിലായി. വനം വകുപ്പ് മന്ത്രി വന്നില്ല. അദ്ദേഹം കടുവയെ പിടിച്ച് കൂട്ടിലാക്കിയപ്പോൾ ഉടനെ വന്ന് അവിടെ ഒരു യോഗം വിളിച്ചു. കടുവയെ കൂട്ടിൽ പിടിച്ച വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ, താമ്രപത്രം കൊടുക്കുന്നു, പുള്ളി പോകുന്നു. ഇനി പുള്ളി അടുത്ത വരവ് വരിക, ഈ കടുവയുടെ കാര്യം തീരുമാനമാകുമ്പോൾ പുള്ളി വന്നിട്ടൊരു അനുമോദന പത്രം കൊടുക്കുക, ഒരു സ്വീകരണം. ഈ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അങ്ങനെയല്ലല്ലോ ഒരു വനം വകുപ്പ് മന്ത്രി ചെയ്യേണ്ടത്. ഒരു വിഷയം വരുന്നതിന് മുമ്പ് അതിനൊരു പ്രിക്കോഷൻ എടുക്കുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ആ പ്രിക്കോഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഉണ്ടായിട്ടില്ല വയനാട്ടിൽ എന്നുള്ള ഒരു തർക്കവുമില്ല. പിന്നെ നമ്മളെല്ലാവരെയും വിഡ്ഢികളാക്കാൻ വേണ്ടി പറയാണ് ദീപ എന്ന് പറയുന്ന ഒരു വനം വകുപ്പിലെ ഒരു ഉദ്യോഗസ്ഥയ്ക്ക് വയനാടിന്റെ ചുമതല കൊടുത്തിരിക്കുന്നു എന്നാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞത്. എന്ത് അധികാരമുണ്ട് സാർ അവർക്ക്? ഇവിടുത്തെ DFO തിരുവനന്തപുരത്തേക്ക് അയക്കുന്ന മെയില് ദീപയ്ക്ക് കൊടുക്കുകയും ദീപ മെയില് തിരുവനന്തപുരത്തേക്ക് അയക്കുകയും ചെയ്തൊരു മീഡിയേറ്റർ റോളാണുള്ളത്. എന്നിട്ട് പറയാണ് എല്ലാ ചുമതലയും ദീപയ്ക്ക് കൈമാറും. നമ്മൾ വിചാരിക്കുന്നത് എന്താ, സഡൻ ആക്ഷൻസ് ഒക്കെ എടുക്കാനുള്ള അധികാരം ദീപയ്ക്ക് ഉണ്ട് എന്നാ. ദീപയോട് സംസാരിച്ചപ്പോൾ എനിക്ക് അങ്ങനെ അധികാരങ്ങളൊന്നുമില്ല, അതൊക്കെ തിരുവനന്തപുരത്ത് തന്നെ വരണം. ഇനി ആളെ പണ്ടന്മാരാക്കല്ലേ, എന്തിനായി പറ്റിക്കുന്ന ആളുകളെ? RRTയുടെ കാര്യം ഞാൻ പറഞ്ഞു, RRT രൂപീകരിച്ചു എന്ന് പറഞ്ഞു, ഒരു നിയമനവും ഇല്ല, വണ്ടിക്ക് ഡ്രൈവർ പോലും ഇല്ല. പറ്റിക്കുകയാണോ? ഇതൊന്നും കേന്ദ്ര സർക്കാരോ MP ഇടപെടേണ്ട കാര്യമില്ലാന്നേ. ഇത് സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി. രാംദാസ് ഏട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ റെയിലിൽ നിങ്ങൾ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി ഉണ്ടല്ലോ, അല്ലെങ്കിൽ റിയാദ് മിനിസ്റ്ററുടെ ടൂറിസം വകുപ്പിലും PWDയിലും കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി, അതിന്റെ 50% പ്രയോറിറ്റി വയനാട്ടിലെ ജനങ്ങൾ ജീവിക്കുന്നതിന് വേണ്ടി നൽകിയാൽ മതി. പിന്നെ പണത്തിന്റെ കാര്യത്തിൽ അഷ്കറിന് സംശയമുണ്ട്. ഈ 2019 ആണെന്ന് തോന്നുന്നു, കഴിഞ്ഞ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ അവസാന വർഷം പറയാണ് 7000 കോടി രൂപയുടെ വയനാട് പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വയനാട്ടിലെ സമൂലമായ വികസനം ഇനി പാക്കേജിന്റെ വഴിയാണ്. ഇത് പ്രഖ്യാപിച്ചതാണ്, ഞാനല്ല, ശ്രീ പിണറായി വിജയനാണ്. അങ്ങനെയാണെങ്കിൽ ആ വയനാട് പാക്കേജിൽ നിന്നും ഒരു 475 കോടി രൂപയാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടാക്കിയ DPR വന്യജീവി സംഘർഷം പരിഹരിക്കുന്നത്. ചെലവ് ചെയ്യണ്ടേ? എവിടെ പണം? അമ്മ പറയുന്നു പണം ഇല്ലാതെ, എന്നാൽ മറുഭാഗത്ത് പറയുന്നു വയനാട് പാക്കേജ് ഉണ്ട്. ഇത് ഏതാണ് വിശ്വസിക്കേണ്ടത്? ഒന്നില്ലെങ്കിൽ പണം. ഇനി പണം പോട്ടെ. ഇപ്പൊ രാംദാസ് ഏട്ടൻ ചോദിച്ചു ലോക്കൽ പഞ്ചായത്തുകൾ ഇതിനകത്ത് എന്ത് ചെയ്തു. ഞാൻ വളരെ ആധികാരികമായി പറയാം, ഈ ഒരു വിഷയത്തിൽ ജില്ലാ പഞ്ചായത്തും വയനാടിന്റെ പഞ്ചായത്തുകളും എടുത്തൊരു സ്റ്റാൻഡുണ്ട്. ഞങ്ങൾ ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ മീറ്റിംഗ് വിളിച്ചു. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ 150 കോടി രൂപ നബാർഡിൽ നിന്നും പണം തരാൻ തയ്യാറായിട്ടുണ്ട്. ആ പണത്തിന്റെ 15% തുക ഒന്നില്ലെങ്കിൽ വനം വകുപ്പ് അടയ്ക്കണം, അല്ലെങ്കിൽ സർക്കാർ അടയ്ക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവർ അടയ്ക്കണം. ആ 15% തുക വയനാട്ടിലെ പഞ്ചായത്തുകൾ അടച്ചോളാം. ഈ 150 കോടി രൂപയ്ക്കുള്ള ഒരു പ്രൊജക്ട്, ഞങ്ങൾക്ക് അതിന്റെ സയന്റിഫിക് ആയ കാര്യങ്ങൾ അറിയില്ല, വനം വകുപ്പ് തയ്യാറാക്കണം. 3 നിയോജക മണ്ഡലത്തിൽ, അതായത് സൗത്ത്, നോർത്ത്, വൈൽഡ്, അത് 3 നിയോജക മണ്ഡലത്തിലും പരന്ന് കിടക്കുകയാണ്. അവിടെ നിങ്ങളൊരു പ്രൊജക്ട് ഉണ്ടാക്കണം. ആ പ്രൊജക്ടിന്റെ തുക ഞങ്ങളും 15% ഷെയർ തരാം, ബാക്കി നബാർഡ് തരാം. നബാർഡിന്റെ CGയുമായി നമ്മൾ സംസാരിക്കുന്നു. അദ്ദേഹം ഡൽഹിയിൽ നിന്ന് വയനാട്ടിൽ വരുന്ന സമയത്ത് നമ്മൾ നേരിട്ട് കാണുന്നു. അദ്ദേഹം ഇതിൽ എഗ്രി ചെയ്യുന്നു. ഈ കൊടുക്കേണ്ട ഒരു പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ ഒരു കൊല്ലമായി പറഞ്ഞിട്ട് വയനാട്ടിലെ വനവകുപ്പുകാർ ഉണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ എല്ലാ പഞ്ചായത്തിലും വനവകുപ്പുകാർ യോഗം കൂടി ഹോട്ട്സ്പോട്ടുകൾ മാർക്ക് ചെയ്തു. എവിടെയാണ് എന്ത് തരത്തിലുള്ള മെത്തേഡാണ് വേണ്ടത് തീരുമാനിച്ചു. ഒരു പദ്ധതി ഉണ്ടാക്കി തരാൻ പറഞ്ഞിട്ട് തന്നില്ല. ഇന്നലത്തെ വയനാട്ടിൽ ഇറങ്ങിയ ഒരു പത്രത്തിൽ വയനാട്ടിലെ DFO പറയാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കാൻ. ഇത് എങ്ങോട്ടാണ് ഈ വനവകുപ്പ് കൊണ്ടുപോകുന്നത്? ഇത് ചെയ്യാൻ തയ്യാറായാൽ പോലും സഹായിക്കുന്നില്ല. പിന്നെ നിർദ്ദേശങ്ങൾ, അത് അഷ്കർ പറഞ്ഞതുപോലെയാണ്. നിർദ്ദേശങ്ങൾ പല ആളുകൾക്കും പലതരത്തിലുള്ള നിർദ്ദേശം. ഇപ്പൊ ബഹുമാനപ്പെട്ട സ്റ്റാൻലി ഇവിടെ ഒരുപാട് നിർദ്ദേശങ്ങൾ വെച്ചു. അതിൽ 72 വനനിയമം മാറ്റണം, അത് നമ്മളും ആവശ്യപ്പെടുന്ന കാര്യമാണ്. ഏകവിള തോട്ടങ്ങൾ മാറ്റണം, അതും എല്ലാവരും ആവശ്യപ്പെടുന്ന കാര്യമാണ്. മഞ്ഞക്കൊന്നയും അരിപ്പൂക്കാടുകളും ഇല്ലാതെയാക്കണം. അപ്പൊ മഞ്ഞക്കൊന്ന അദ്ദേഹം തന്നെ പറഞ്ഞു, അദ്ദേഹമാണ് ആദ്യമായി മഞ്ഞക്കൊന്ന ഒരു ഇടപെടൽ നടത്തിയാണ്. ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. ഇപ്പോഴും ഇടപെടൽ നടക്കുന്നുണ്ട്. അതിപ്പോ NGOകളായിട്ടും സർക്കാർ സംവിധാനത്തിലായിട്ടും അതിന്റെ നമ്മൾ പല രീതി, ഓരോരുത്തരും ഓരോ മെത്തേഡാണ്. പക്ഷെ അത് വളരെ പെട്ടെന്ന് അത് പരിഹരിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ആവശ്യം. പക്ഷെ അതിന് അത്രയും മാൻ പവറും അത്രയും പണത്തിന്റെ ലഭ്യതയും ആവശ്യമുണ്ട്. കാരണം ഇപ്പൊ അത് കട്ട് ചെയ്തിട്ട് പേപ്പർ കമ്പനിക്ക് കൊടുക്കാനും അതിന്റെ റൂട്ട് ഡിവാർ ചെയ്യാനും ഒക്കെയുള്ള രീതി ചെയ്യുന്നു. ഒരു NGO അതിന് തോത് പൂർണ്ണമായി പറിച്ചെടുത്തുകൊണ്ട് മാറ്റുന്നു. അങ്ങനെ നമുക്ക് ചെയ്യണം. പക്ഷെ അവിടെയും നമ്മൾ വനംവകുപ്പിനോട് പറഞ്ഞു, നിങ്ങൾ അങ്ങനെയുള്ള മേഖലകൾ ഒരു ഇത്ര ടെറിട്ടറി പോലെ ഒരു ഭൂമി, ഒരു പ്രദേശം പഞ്ചായത്തുകൾക്ക് കൊടുത്താൽ പഞ്ചായത്തിന്റെ തൊഴിലുറപ്പ് പദ്ധതിയിൽ 3 വർഷം അവിടെ സ്വാഭാവിക വനവൽക്കരണത്തിനുള്ള ഫണ്ടുണ്ട്. ഒരു പണവും വനംവകുപ്പ് ചെലവഴിക്കേണ്ട, സ്വാഭാവിക വനവൽക്കരണത്തിനുള്ള ഫണ്ട്.
അത് ചെയ്യാൻ പറഞ്ഞു. വനംവകുപ്പ് ചെയ്യുന്നില്ല. അതിനോടൊപ്പം തന്നെ ഓഡിറ്റ് നല്ലതാണ്, അത് വനംവകുപ്പിൽ നടക്കുന്ന കാര്യം. പക്ഷെ അതും വന്യജീവി സംഘർഷമായിട്ട് ബന്ധമില്ല. പക്ഷെ ഒരുപാട് പിന്നെ കുളങ്ങൾ, ഒരുപാട് വയലുകൾ, ഒരുപാട് ചതുപ്പ് വയനാട്ടിലെ ഫോറസ്റ്റ് അകത്തുണ്ട്. ഇതിനെ റീക്രിയേറ്റ് ചെയ്യണം. നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ സാധ്യത പോലും ഇല്ലേ? എന്തൊരു സാധ്യതയുള്ള മേഖലയാണ്. എല്ലാ പഞ്ചായത്തുകളുടെ യോഗം ചേർന്നു, എല്ലാവരും ചെയ്യാൻ തയ്യാറാണ്. അനുമതി വനംവകുപ്പ് തരുന്നില്ല. വനംവകുപ്പ് മന്ത്രിയോട് പറഞ്ഞു, ഒരു കാര്യമില്ല. തിരുവനന്തപുരത്ത് നടന്ന മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇരിക്കുന്ന മീറ്റിംഗിൽ നമ്മൾ പറഞ്ഞു, ഇത്രമായി രാംദാസ് ചേട്ടൻ കൃത്യമായി എന്റെ കണക്കറിയാൻ ഞാൻ വിചാരിക്കുന്നു, 270 ചതുപ്പ് നിലങ്ങൾ, ഇത്ര വയലുകൾ, ഇത്ര പ്രദേശങ്ങൾ കാട് പിടിച്ച് മൃഗങ്ങൾക്ക് വെള്ളം കുടിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അതിനെ റീക്രിയേറ്റ് ചെയ്യണം, അവിടെ വെള്ളത്തിന്റെ സൗകര്യം ഉണ്ടാക്കണം, തടയണം ഉണ്ടാക്കണം. പക്ഷെ വനംവകുപ്പിന് താല്പര്യം എന്താ? തടയണം ഉണ്ടാക്കാനല്ല, ടാങ്കറിൽ വെള്ളമെടുത്ത് കാട്ടിനകത്ത് കുളം കുത്തി ആ കുളത്തിൽ നിറയ്ക്കുക എന്ന് പറയുന്ന പണം വരുന്ന മാർഗത്തിലൂടെ വെള്ളം കൊടുക്കുന്നതാണ് വനംവകുപ്പിന് താല്പര്യം. അപ്പൊ ഈ താല്പര്യവും പ്രയോറിറ്റിയും മാറാതെ വയനാട്ടിലെ പ്രശ്നത്തിൽ മാറ്റം ഉണ്ടാവില്ല. ആ പ്രശ്നങ്ങൾ ഉണ്ടാവണം. അപ്പൊ അതെല്ലാവരുമായി ചർച്ച ചെയ്തോളൂ. പിന്നെ എല്ലാ കാര്യങ്ങളിലും നേരത്തെ പറഞ്ഞതുപോലെ ആളുകളുടെ അഭിപ്രായങ്ങൾ കേൾക്കുമ്പോൾ അതിനകത്ത് നല്ല നിർദ്ദേശങ്ങളുണ്ട്. പിന്നെ ഈ ഭരണത്തിലിരിക്കുന്ന നമ്മുടെ എല്ലാ സ്ഥലത്തും ഇത് പറയുന്നു, പക്ഷെ ഒരു പ്രയോറിറ്റി വേണം. ഞങ്ങൾ നിങ്ങളോടുള്ളൊരു സർക്കാരിനോട്, വനംവകുപ്പ് മന്ത്രിയോട് ഇനി റിക്വസ്റ്റ് ചെയ്തിട്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യം വയനാട്ടിൽ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയില്ലാത്ത ഒരാളാണ് ഞാൻ. കാരണം അദ്ദേഹത്തിന്റെ എന്താണ് ഇവിടുത്തെ ഇടപാട് എന്നുള്ളത് അദ്ദേഹത്തിനും വയ്യ, ശാരീരിക അസ്വസ്ഥതകൾ അദ്ദേഹത്തെ അലട്ടുന്നുണ്ട്. ശ്രീ അനിൽ നമ്പ്യാർ, നമ്മൾ അദ്ദേഹത്തോട് ആരെങ്കിലും നിർബന്ധിച്ച് അങ്ങൊന്ന് വനംവകുപ്പ് മന്ത്രിയായി ഇരിക്കൂ, കേരളത്തെ രക്ഷിക്കാനെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അദ്ദേഹത്തിന് മാറിക്കൊടുക്കാലോ. പിന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ ഒരു MLA അതാണ് കുഴപ്പമെന്നുള്ളത് നമുക്കറിയാം. അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് തലവേദനയായിട്ടുള്ള ഒരു വകുപ്പായിരുന്നു ഗതാഗത KSRTC. ഇതിലൊരു ആശ്വാസം കിട്ടിയതായിരുന്നു NCP-കാർക്ക്. പക്ഷേ അതിപ്പോൾ ഇങ്ങനെയായി. അദ്ദേഹം എന്ന് ചാർജ് ഏറ്റെടുത്തോ അന്ന് തൊട്ട് തുടങ്ങിയതാണ് ഈ വന്യജീവി ആക്രമണം. ആനയും പുലിയും കടുവയും ഒക്കെ ഇറങ്ങിയത് അദ്ദേഹം ചാർജ് ഏറ്റെടുത്തതിന് ശേഷമാണ്. എന്നാലും സംസ്ഥാനത്ത് പേർക്ക് നമുക്ക് അവസാനിപ്പിക്കാൻ സമയമായിരിക്കുന്നു. ഇത് പരസ്പരം പഴിചാരി രക്ഷപ്പെടേണ്ട ഒരു വിഷയമല്ല വന്യജീവി ആക്രമണം എന്നത്. കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഭേദഗതി ചെയ്യണം. അത് കേന്ദ്ര സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം വയനാട്ടിലെ ജനപ്രതിനിധികൾക്കാണ്. മാത്രമല്ല, നേരത്തെ രാംദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ, അതായത് പൗരൻ്റെ ജീവനും സ്വത്തിനും സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ചുമതല സ്റ്റേറ്റിൻ്റേതാണ്. അതിൽ സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു. ഇവിടെ ഒരു ശാശ്വത പരിഹാരമാണ് അനിവാര്യമായിട്ട് ഉണ്ടാവേണ്ടത്. ഇന്ന് രാധ, നാളെ മറ്റൊരാൾ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിയാത്മകമായ ഇടപെടൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു കൂടി ഉണ്ടാകും എന്ന പ്രതീക്ഷയോടെ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.